നമസ്തേ, പുത്തൻപള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. യെസ്, അങ്ങനെ ഒരു വാരാന്ത്യം ഞായറാഴ്ച അവധി ദിനമായതിനാൽ ആലസ്യത്തിലായിരിക്കുമോ അതോ പുതിയൊരാഴ്ച തുടങ്ങുന്നതിൻ്റെ ആരോഗ്യത്തിലോ? രണ്ടും ഉണ്ടാവും. ആവേശം ഉണ്ടാവും. ശരി, അപ്പോൾ എന്തായാലും പക്ഷെ നമുക്ക് ഇന്ന് രാവിലെ നൽകാൻ കഴിയുന്നൊരു നല്ല കാഴ്ചയാണ്. ഗുരുവായൂരിൽ ഇലനിറയാണ്, ചിങ്ങം 2. എന്തായാലും ഇന്നലെ ചിങ്ങം 1ന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് സമൃദ്ധമാക്കി കഴിഞ്ഞു. പറയാൻ ബാക്കിയൊന്നുമില്ല ചിങ്ങത്തെക്കുറിച്ച്. ശരി, നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് എത്താം. ഭക്തിസാന്ദ്രം ഗുരുപവനപുരി. ഗുരുവായൂരിൽ ഇലംനിറ. ആദ്യം കൊയ്തെടുത്ത നെല്ല് കർഷകർ ഭഗവാന് സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ വൻ ഭക്ത. കൊൽക്കത്തയിൽ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. പ്രതിയുടെ സൈക്കോ അനാലിസിസ് ഇന്ന്. ആശുപത്രി പരിസരത്ത് ഒരാഴ്ചത്തെ നിരോധനാജ്ഞ. വയനാട് ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത് 119 പേരെ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇന്ന് തിരച്ചിൽ. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കൂടി കണക്കിലെടുത്ത് പുനരധിവാസം നടപ്പിലാക്കണമെന്ന് ടി സിദ്ദിഖ് MLA ജനം ടിവിയോട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ധീരസ്മരണയിൽ രാജ്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം പകർന്ന പോരാട്ട വീര്യത്തിന് ആദരമർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ്. മലയോര മേഖലയിലും തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം. കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രത്തിൽ 8 വയസ്സുകാരന് ക്രൂരമർദ്ദനം. പരാതി ശിശുക്ഷേമ സമിതിയുടെ നിയന്ത്രണത്തിലുള്ള എറണാകുളം പള്ളുരുത്തി ഡോൺ ബോസ്കോ സ്നേഹഭവനിൽ. അന്വേഷണം ആരംഭിച്ച് പോലീസ്. സൗദി സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കിയ അൽ ഹിലാൽ ഫൈനലിൽ അൽ നസറിനെ തകർത്തത് 1-നെതിരെ 4 ഗോളിന്. ശരി, നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് പശ്ചിമ ബംഗാൾ, കൊൽക്കത്ത ശാന്തമാകുന്നില്ല, അശാന്തിയിലാണ്. കാരണം അവരുടെ ന്യായമായ ആവശ്യം. മമതാ ബാനർജി സർക്കാരിനെതിരായി പ്രതിഷേധമൊക്കെ ഇരമ്പുന്ന ഒരു കാഴ്ച. ഇന്നലെ രാത്രി വൈകിയൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അടക്കം പ്രതിഷേധമുണ്ടായിരുന്നു. തെരുവിലിറങ്ങിയിരുന്നു, ഗതാഗതം സ്തംഭിപ്പിച്ചിരുന്നു. അത് കൊൽക്കത്തയുടെ മാത്രം കഥയുമല്ല, മറ്റ് പ്രധാന നഗരങ്ങളിലൊക്കെ ഈ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ രാത്രി വൈകിയും ഉണ്ടായിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മമതാ ബാനർജി മുഖ്യമന്ത്രി തന്നെ റാലി നയിക്കുന്നു. എന്തൊരു വിചിത്രമായ കാഴ്ച. കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കേന്ദ്രത്തിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനൊരു പ്രൊസീജിയറുണ്ട്, അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പകരം റോഡിലിറങ്ങി ഈ ഒരു പ്രകടനം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ വനിതാ യുവ ഡോക്ടറുടെ മാനത്തിനും ജീവനും വിലയില്ലാത്ത അവസ്ഥ. അപ്പോൾ ജനരോഷത്തിൽ നിന്ന് ഒളിച്ചോടാനായിരുന്നു ആ പ്രകടനം എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അവർ കത്ത് നൽകി. അതേസമയം സംഭവം നടന്ന കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിലും പരിസര പ്രദേശത്തും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, പ്രതിഷേധം ഇരമ്പുകയാണ്. ന്യായീകരിക്കാനും അതല്ലെങ്കിൽ ഈ പഴിയിൽ നിന്ന് ഒളിച്ചോടാനുമുള്ള നാടകം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി നടത്തുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അന്വേഷണം CBI ഏറ്റെടുക്കാൻ ഇനി കാലതാമസമുണ്ടോ? അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞില്ലേ CBI?
അതെ, പ്രതിഷേധങ്ങൾ കെട്ടണയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. അതായത് വളരെ ക്രൂരമായ പീഡനത്തിനാണ് ആ വിദ്യാർത്ഥി ഇരയാക്കപ്പെട്ടത്. സമാനതകളില്ലാത്ത, അടുത്തിടെയെങ്ങും ഇത്തരത്തിലൊരു പെൺകുട്ടി ഇത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ച് കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആ കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന പരിക്കുകൾ, ആ PG വിദ്യാർത്ഥിയായ ഡോക്ടറുടെ ദേഹത്തുണ്ടായിരുന്ന പരിക്കുകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്ര ഭയാനകമായ രീതിയിലുള്ള ഒരു പീഡനമാണ് അവർ ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയരുകയാണ്. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന് തലകുലിക്കാൻ ഇടയാക്കിയ ഒരു സംഭവമാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇത്തരത്തിൽ ആശുപത്രിക്കുള്ളിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അതും ആ കുടുംബം ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഒരാളല്ല, പലരുടെ പങ്കുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ തയ്യാറാക്കുവാൻ വേണ്ടി ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഈ ബോഡിയുടെ അടുത്ത് ചെന്നിരുന്നു. അവർ കണ്ടതും വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ്. സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തമൊലിക്കുന്നു, അതേപോലെ തന്നെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിരിക്കുന്നു, കാലുകൾ 90 ഡിഗ്രിയിലേക്ക് കാലുകൾ എത്തിയ സാഹചര്യം. ഇങ്ങനെ വളരെ ക്രൂരമായ പീഡനത്തിനാണ് ആ കുട്ടി വിധേയമായത്. അതുതന്നെയാണ് ഈ രാജ്യത്ത് ഇത്രമാത്രം ശക്തമായ ഒരു പ്രതിഷേധം ഉയരുവാനും കാരണം. ഇന്നലെ IMAയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിരുന്നു. തലസ്ഥാന നഗരിയിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം അടക്കമുള്ള ആശുപത്രികളിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. മാത്രമല്ല, ഇന്നലെ രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, അത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളല്ല, മറ്റ് സംഘടനകൾ, അതായത് ബാങ്ക് ജീവനക്കാരടക്കം ഇന്നലെ വലിയ പ്രതിഷേധം ഇന്ത്യ ഗേറ്റിൽ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ CBI കേസുമായി മുന്നോട്ട് പോവുകയാണ്. CBI ഇതിനോടകം തന്നെ ഈ ബന്ധുക്കളുടെ മൊഴിയെടുത്തു, ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴിയെടുത്തു. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ജീവനക്കാരുടെ അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് 42 ഡോക്ടർമാരെ ഒറ്റയടിക്ക് മമതാ സർക്കാർ മറ്റ് ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു, ഈ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടി തൃണമൂൽ സർക്കാർ, മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ ഇത് ആത്മഹത്യയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം പശ്ചിമ ബംഗാൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അത്തരം ആക്ഷേപങ്ങളൊക്കെ തന്നെ പോലീസ് നിരസിച്ചെങ്കിലും യാഥാർത്ഥ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് CBI ഇതിനോടകം തന്നെ അവരുടെ മൊഴിയെടുത്തു. ഈ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനിരിക്കുമ്പോഴാണ് ഈ 42 പേരെ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരുന്നു. ഇന്നലെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ഫർ ഓർഡർ താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ 2 മാസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നിരുന്നു. ഇപ്പോഴല്ല, അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വെർഷൻ. പക്ഷേ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ മമതാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ ആശുപത്രിയിൽ, അതായത് ഈ സംഭവം നടന്ന കൽക്കട്ടയിലെ ആർജേക്കർ ആശുപത്രിയിൽ, അവിടെ ഈ സംഭവം നടന്നതിന് പിന്നാലെ അല്ലെങ്കിൽ CBI കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ വലിയ ഒരു ആൾക്കൂട്ടമെത്തി ആ ആശുപത്രി തല്ലിപ്പൊളിക്കുകയും അതിന് മുന്നിൽ സമരം ചെയ്യുന്നവരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ പശ്ചിമബംഗാൾ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. സ്വാഭാവികമായും കേസ് തേച്ചു മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ തൃണമൂൽ സർക്കാരും അതേപോലെ തന്നെ സംസ്ഥാന പോലീസും ചേർന്ന് അത്തരം ചില ആസൂത്രണങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇത്തരം നടപടികൾ. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ CBIയുടെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മമതാ ബാനർജി തെരുവിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ നാടകമെന്നാണ് അതിനെ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വിലയിരുത്തുന്നത്. ഇത്തരം നടപടികൾ സ്വാഭാവികമാണ്. കാര്യം ഇതിനോടകം തന്നെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് തൃണമൂൽ സർക്കാർ. കാര്യം ഇത് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ ഇതിനു മുമ്പും സ്ത്രീകൾക്ക് നേരെ ഇത്തരം അക്രമങ്ങൾ, അതും തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിൽ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങി പെൺകുട്ടികൾ കൊല്ലപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യക്തമായ കരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിവായിക്കേണ്ട മറ്റൊരു സംഭവം സന്ദേശ്-ഖാലിയാണ്. സന്ദേശ്-ഖാലിയിൽ സമാനതകളില്ലാത്ത ക്രൂരതകളായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അവിടെയും സ്ത്രീകൾക്ക് നേരെ ആയിരുന്നു അക്രമം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയും പശ്ചിമ ബംഗാളിൽ, അതായത് ഭാരതത്തിലാകെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത്, അവിടെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അവരെ വേട്ടയാടപ്പെടുന്നു. അതിന് കാരണക്കാരായിട്ടുള്ളത് അവിടുത്തെ ഭരണപക്ഷ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇവിടെയാണ് പശ്ചിമ ബംഗാൾ ഗവർണറെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. പശ്ചിമ ബംഗാൾ ഗവർണർ പലതവണ
ഈ ഒരു വിഷയത്തിൽ വാളോങ്ങിയതാണ്. ഇപ്പോഴും ഈ കൽക്കട്ടയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർജക്കർ ആശുപത്രിയിൽ PG ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ഈ ഒരു സംഭവത്തിലും വ്യക്തമായ നടപടികൾ അല്ലെങ്കിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി പശ്ചിമബംഗാൾ ഗവർണർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരത പശ്ചിമബംഗാൾ നടക്കുമ്പോൾ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ കെട്ടണയുന്നില്ല. വരും ദിവസങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ കനക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതി ശരി, നന്ദഗോപാലിലേക്ക് തിരികെ എത്താൻ. കാര്യം പ്രതിഷേധം കൊൽക്കത്തയിൽ മാത്രമല്ല രാജ്യമെമ്പാടും നന്ദൻ പറഞ്ഞൊരു പ്രസക്തമായ കാര്യം കൂടിയാണ്. കാരണം ഈ ഒരു വിഷയം ഉണ്ടായത് പരാതി പോയിട്ട് പോലും പോലീസ് തുടക്കത്തിൽ കാണിച്ച അലംഭാവം, അതിനാണ് ഇപ്പോൾ മുഴുവൻ പഴി കേൾക്കുന്നത്. മാത്രമല്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഗുരുതരമായ ഒരു കേസ്, പരാതി വന്നിട്ടും ആശുപത്രിക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിൽ വമ്പൻ പരാജയം, വമ്പൻ വീഴ്ച. ധാരാളം ദുരൂഹതകൾ ഇതിൽ വരുന്നു. സാധാരണ പ്രതീക്ഷിക്കുന്നത് മാനഭംഗവും കൊലപാതകവും നടന്നു. ഒരു കൊലപാതകം നടത്തിയ ശേഷം അതിനെ വഴിതിരിച്ചു വിടാനായി മറ്റു ചിലത് നടന്നോ എന്നുള്ള സംശയം പോലും CBI ആ ആംഗിളും CBI പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ CBI അന്വേഷണത്തിന് കാലതാമസം വരുത്തിയത് ആദ്യം ഒരാഴ്ചയെന്നും പിന്നെ 24 മണിക്കൂറിനും വേണ്ടി അപേക്ഷിച്ചത് പോലും തെളിവ് നശിപ്പിക്കാനുള്ള സമയം തേടലായിരുന്നു എന്നുള്ള മട്ടിലാണ് ആരോപണങ്ങൾ പോകുന്നത്. എന്തായാലും നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇല്ലം നിറ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ കൊയ്ത്തിന്റെ നെല്ല് കർഷകർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. രാവിലെ 6:18 ചടങ്ങ് ആരംഭിച്ചു. 7:54 വരെ ഇത് നീണ്ടു നിൽക്കും. ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ഇത്തവണ കൊടിമര ചുവട്ടിലാണ് ഇല്ലം നിറ പൂജ നടത്തുന്നത്. തുടർച്ചയായുള്ള തൃപ്പത്തരി ചടങ്ങ്, ഇതിന് തുടർച്ചയായിട്ടുള്ള തൃപ്പത്തരി ചടങ്ങ് ഈ മാസം 28 നടക്കും. മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് ഇല്ലം നിറയുടെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ചടങ്ങുകൾ? എന്താണ് ഈ ആചാരം? ഇത് അറിഞ്ഞുകൂടാത്തവർക്കായി കൂടി പറഞ്ഞു തരൂ. ഇത് ഏതാനും ചില കുടുംബങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയൊരു അവകാശം കൂടിയല്ലേ ഈ ഇല്ലം നിറ? എങ്ങനെയാണ് ചടങ്ങുകൾ? പ്രദീപിള്ള, ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായിട്ടുള്ള ചടങ്ങാണ് ഇല്ലം നിറ. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് വേണ്ട കതിർക്കറ്റകളൊക്കെ എത്തിയിരുന്നു. മനയം, അഴീക്കൽ പാരമ്പര്യ അവകാശികളാണ്, ആ കുടുംബാംഗങ്ങളാണ് ഈ ഒരു ചടങ്ങിനായി കതിർക്കറ്റകൾ എത്തിക്കുന്നത്. കാർഷിക സമൃദ്ധിക്ക് വേണ്ടി, അതായത് ഈ ചിങ്ങപ്പുലരി കഴിഞ്ഞ ഇപ്പോൾ ഈ ചിങ്ങമാസത്തിൽ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി ഇത്തരത്തിൽ ആദ്യ കതിർക്കറ്റ ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചടങ്ങാണ്. അതിനു വേണ്ടിയിട്ടുള്ള പാരമ്പര്യ അവകാശികളുണ്ട്. അവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ കതിർക്കറ്റകൾ എത്തിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഇല്ലം നിറ ആരംഭിക്കുക. 6:18 മുതൽ ആരംഭിച്ച ഈ ചടങ്ങ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 7:54 വരെയുള്ള മുഹൂർത്തത്തിലാണ് ഈ ചടങ്ങ് നടക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനാണ് ഈ കതിർക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. അഴീക്കൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി എത്തി ക്ഷേത്രം വലം വെച്ചുകൊണ്ട് ഈ കതിർക്കറ്റുകളൊക്കെ ഒരിടത്ത് ഈ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിനടുത്ത് തന്നെ സൂക്ഷിച്ചിരുന്നു. രാവിലെയോട് തന്നെ ശാന്തിമാരും അതോടൊപ്പം തന്നെ കീഴ്ശാന്തികളും ഒക്കെ എത്തി ഈ കതിർക്കറ്റ ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചടങ്ങുകളുമുണ്ട്. ഇല്ലംനിറയുടെ തുടർച്ചയായാണ് തൃപ്പൂത്തരി നടക്കുക. തൃപ്പൂത്തരി ഓഗസ്റ്റ് 28-നാണ് ഈ നടക്കുന്നത്. എന്തായാലും ഈ ഒരു ചടങ്ങിൽ അതിന് ഭാഗമാകുവാൻ വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടിമരച്ചോട്ടിലാണ് ഇപ്രാവശ്യവും ഈ ഒരു പൂജ, ഈ ഒരു ചടങ്ങുകൾ നടക്കുന്നത്. കൊടിമരച്ചോട്ടിൽ നടത്തുവാനുള്ള അനുമതി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. സാധാരണ ഇത്തരത്തിൽ, അതായത് ഭക്തജനങ്ങൾക്ക് കാണുവാനും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കൊടിമരച്ചോട്ടിൽ തന്നെയാണ് ഈ പൂജ നടത്തുന്നത്. അതിന് വേണ്ട മറ്റ് അനുമതിയും അതോടൊപ്പം തന്നെ മറ്റ് തടസ്സങ്ങളെല്ലാം ഹൈക്കോടതി നീക്കി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയും. എന്തായാലും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കാർഷിക സമൃദ്ധിയുടെ വരവറിച്ച് നടത്തുന്നതാണ് ഇല്ലംനിറ. ഇതിനായി പാരമ്പര്യ അവകാശികളുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തരും ഇവിടേക്ക് കതിർക്കറ്റുകൾ സമർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 1200-ലേറെ കതിർക്കറ്റുകളാണ് ഇവിടെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യവും അതിനോട് അടുപ്പിച്ച് കതിർക്കറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ക്ഷേത്രം പ്രദക്ഷിണം വെച്ചാണ് ഈ ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ വരിവരിയായി കതിർക്കറ്റുകൾ സമർപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈ ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും ഒക്കെ നടത്തി ഒരു പിടി കതിരുകൾ ഈ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തുന്നത്. ഈ പൂജിച്ച കതിർക്കറ്റുകളാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. അതോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാകും. ഈ ഒരു കതിർക്കറ്റുകൾ
ഭഗവാന്റെ തിരുനടയിൽ എത്തിക്കുന്നതിൽ വലിയ പുണ്യമായാണ് ഓരോ ഭക്തജനങ്ങളും കാണുന്നത്. തൃപ്പുത്തരി ചടങ്ങ് ഈ കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പായസമുണ്ടാക്കി ഭഗവാന് നിവേദിക്കുന്നതാണ്. അത്തരത്തിൽ ഭഗവാന് നിവേദിക്കുന്നതിലൂടെ ഓരോ കർഷകരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അതിൽ നിന്നും വലിയ തരത്തിൽ ഈ കാർഷിക സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പ്രദീപിള്ള, ഈ ചടങ്ങിന്റെ അവകാശികൾ അഴീക്കൽ, മനയം എന്നിങ്ങനെ 2 കുടുംബങ്ങളാണ് പാരമ്പര്യമായി ഇതിന്റെ അവകാശികൾ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഒരു വിവാദത്തിനും ഒരു തർക്കത്തിനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഹൈക്കോടതി വളരെ സമയോചിതമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇടപെടാതെ അത് പരിഹരിച്ചു. ഇത് കൊടിമര ചുവട്ടിൽ വേണ്ട, നമസ്കാര മണ്ഡപത്തിൽ വേണം എന്ന് പറഞ്ഞൊരു ഹർജി ഉണ്ടായിരുന്നു. അതേസമയം ദേവസ്വം ഭരണസമിതിയും തന്ത്രിയും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിച്ചു. കാരണം ദേവഹിതവും ഭക്തജനങ്ങളുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഇത് കൊടിമര ചുവട്ടിൽ തന്നെ നടത്താൻ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അകത്ത് വന്തിരടി പൂജയൊക്കെ പെട്ടെന്ന് നടത്തുകയും ഭക്തജനങ്ങൾക്ക് 5 മണി മുതൽ തന്നെ ദർശനം നടത്താൻ കഴിയുകയും ചെയ്യും എന്നുള്ള അഭിപ്രായം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കാരണം ഇതിൽ ഇടപെടുന്നില്ല. ഇത് ഭക്തജനങ്ങളുടെ സൗകര്യവും തന്ത്രിയുടെ അഭിപ്രായവും ഒക്കെ പരിഗണിച്ചാണ് ദേവസ്വം ഭരണസമിതി ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും കാണാൻ കഴിയുന്ന ഒരു രീതിയും അല്ലെങ്കിൽ തിക്കും തിരക്കും അകത്താവുകയും കൊടിമര ചുവട്ടിൽ കതിർക്കറ്റ നേദിക്കുകയും അതുപോലെ മനോജ് പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ കാൽപാദങ്ങളിൽ പട്ടിൽ പൊതിഞ്ഞ കറ്റ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം ആയി, അതിൻ്റെ ഒരു ആചാരപരമായ തുടക്കമായി. ഇപ്പോൾ അതിനുശേഷം പിന്നെ വരുന്ന കറ്റകൾ കൊടിമര ചുവട്ടിൽ വെച്ച് വന്ദിച്ച് പോകാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനി ഓഗസ്റ്റ് 28-ന് തൃപ്പൂത്തരി. ഈ പുതിയ തുടർച്ചയായ ചടങ്ങാണ്. ഈ നെല്ലിൽ നിന്ന് മെതിച്ചെടുത്ത അരി കൊണ്ട് പായസവും അപ്പം വിട്ടുപോയെന്ന് തോന്നുന്നു മനോജ്, ധൃതിയിൽ പായസവും അപ്പവും ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്ന കൃത്യമായിട്ട് ആ ദിവസം അവിടെ ഉണ്ടാവും. എന്തായാലും ഇനി അതിനായിട്ടും നമുക്ക് കാത്തിരിക്കാം. അതെ, മനോഹരമായ ദൃശ്യങ്ങളാണ് എന്തായാലും വിപിൻ കൊതച്ചിറ അതോടൊപ്പം തന്നെ മനോജ് പ്രേക്ഷകർക്കായും നമ്മൾക്കായും ഒരുക്കിയത്. നിരവധി കൊമൻസ് വരുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം, അല്ല പ്രദീപ് ജി, ആരാ നിങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത്? ഇന്ന് മഞ്ഞക്കിളിയാണ്. ദിനേശ് തൃശ്ശൂർ. അല്ല, കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെ പേര് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പറയുന്നുണ്ടോ? വേണ്ട, സീക്രട്ടാണ്. അത് അവർക്ക് പബ്ലിസിറ്റി ആവും. ഇല്ലെന്നിറ വല്ലെന്നിറ ഗുരുവായൂരപ്പന് നന്ദനാരുടെ കമന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ചില വിദേശ ഏജൻസികൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്, നിരീക്ഷിക്കണം എന്ന് സന്ദീപ് ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായിട്ടും ഇതൊന്നിലധികം തവണ നമുക്ക് അനുഭവമുള്ളതാണ്. കർഷക സമരത്തിന്റെ പേരിൽ ഡൽഹിയിലും പരിസരത്തും നടന്ന പ്രതിഷേധം അടക്കം വിദേശ ഇടപെടലുകളും വിദേശ ടൂൾ കിറ്റുകളും ഒക്കെ വ്യാപകമായി ഉപയോഗിച്ചു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തും ഇത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായതായി ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം തന്നെ ഇതിൽ പലരെയും വിദേശ ബന്ധമുള്ള പലരെയും അതല്ലെങ്കിൽ ഭാരതത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും വിദേശത്തുള്ളവർ ഒന്നിച്ചിരിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തതാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സന്ദീപ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്തേ. നമസ്തയുടെ ഒരു പ്രവാഹം തന്നെയുണ്ട്. എല്ലാവർക്കും ജനൻ ടി വിയുടെയും നമസ്തേ. നമുക്ക് അടുത്തൊരു വാർത്ത കണ്ടുവരാം അല്ലേ? തീർച്ചയായും. യോഗേഷ് കുമാർ ഗുപ്തയും കേരളം വിടാനൊരുങ്ങുന്നു എന്ന വാർത്തയുമായി ആർ രാജീവ് നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച യോഗേഷ് കുമാർ ഗുപ്തയും കേരളം വിട്ടേക്കും എന്നുള്ളൊരു സൂചന. അത് മാത്രമല്ല ഒരു വാർത്ത തന്നെ ആയിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനായി അദ്ദേഹം അപേക്ഷ നൽകിയിരിക്കുകയാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്കാണ് അപേക്ഷിച്ചത്. ഇതുവരെ കേരളം വിട്ടത് 32 IPSകാരാണ്. രാജീവ് ചേരുന്നുണ്ട്. രാജീവ് തുടർച്ചയായി ഇത്തരം വാർത്തകൾ തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് IAS ഓഫീസേഴ്സ് കൂട്ടത്തോടെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് അപേക്ഷ നൽകിയ വാർത്ത രാജീവ് പുറത്തുവിട്ടത്. രാജീവ്, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ യോഗേഷ് ഗുപ്തയ്ക്ക് സ്ഥാനക്കയറ്റമാണ് നൽകിയിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തെ ഒരു സ്ഥാനത്ത് നിന്നെടുത്ത് മാറ്റുകയല്ല. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ ഒരാൾ പെട്ടെന്ന് തന്നെ ഡെപ്യൂട്ടേഷന് അപേക്ഷിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ ഒരു രാഷ്ട്രീയമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അതൃപ്തിയാണോ? എന്താണ് ഈ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൂട്ടത്തോടെ കേരളം വിടാൻ ഒരുങ്ങുന്നത്?
നമസ്തേ പ്രദീപ്, അനു. ഏതായാലും വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് പ്രദീപ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ തന്നെ കേരളം വിടുന്നു എന്ന പ്രത്യേകത ഇപ്പോൾ സംസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ ഈ ജൂനിയർ IAS IPS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥരാണ് കേരളം വിട്ടുപോകുന്നത്. ഏതായാലും അതിന്റെ ഏറ്റവും ഒടുവിലായാണ് കഴിഞ്ഞ ദിവസം DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച യോഗേഷ് കുമാർ ഗുപ്തയും കേരളം വിടാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നതിനുള്ള അപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്ക് പോകുന്നതിനാണ് അദ്ദേഹം അപേക്ഷ നൽകിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മാറി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നതിനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. 2030 വരെയാണ് അദ്ദേഹത്തിന് നിലവിൽ ഇപ്പോൾ DGP ആയി തുടരാൻ കഴിയുക എന്നിരിക്കെയാണ് നിലവിൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ അദ്ദേഹം കേരളം വിടും. മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇതോടുകൂടി കേരളം വിട്ടു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളം വിടുന്ന IPS ഉദ്യോഗസ്ഥരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 32 IPS ഉദ്യോഗസ്ഥരാണ് കേരളം വിട്ടുപോയിരിക്കുന്നത്. IG DIG റാങ്കുകളിൽ നിയമിക്കാൻ ഉദ്യോഗസ്ഥരില്ലാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ IG മാരുടെയും DIG മാരുടെയും ഒക്കെ പദവി പല ഘട്ടങ്ങളിലും ഒന്നിലധികം ഉദ്യോഗസ്ഥർ, അതായത് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ആ ചുമതലകൾ കൈമാറേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിൽ പരിശോധിക്കുകയാണെങ്കിൽ വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ വിജിലൻസ് ആസ്ഥാനത്ത് പകരമായി നിയമിക്കാൻ ഒരു ഉദ്യോഗസ്ഥനില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പിന്നീട് ഉള്ളത്. അതായത് വിജിലൻസ് ഡയറക്ടർ ഏതെങ്കിലും തരത്തിൽ അവധിയിൽ പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് വിജിലൻസ് ഡയറക്ടറുടെ ചുമതല കൈമാറേണ്ട സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ക്രൈംബ്രാഞ്ചിലും അതുപോലെ തന്നെ മറ്റ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ നിലനിൽക്കുന്നത്. ആ രീതിയിൽ IG മാരുടെയും DIG മാരുടെയും കുറവ് വൻതോതിൽ പോലീസ് സേനയിൽ നിലനിൽക്കുന്നുണ്ട്. IPS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോകുന്നു. ഇതേ അവസ്ഥ തന്നെ IAS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട്. ധനകാര്യ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷമാണ് രവീന്ദ്രകുമാർ അഗർവാൾ കേരളം വിട്ടത്. ആ രീതിയിൽ IAS തലത്തിലും ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് എന്തുകൊണ്ട് ഇത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് വരും നാളുകൾ അത്ര ശുഭകരമല്ല എന്ന സൂചന കൂടിയാണ് ഈ IAS IPS ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്കിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. IPS ഉദ്യോഗസ്ഥരുടെയും IAS ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും വരും നാളുകൾ എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ വിരമിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങളും വരും നാളുകളിൽ എങ്ങനെ വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് IAS IPS ഉദ്യോഗസ്ഥർക്കാണ്. അവരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും അവസ്ഥ അത്ര ശുഭകരമല്ലെന്നും വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ കേരളം വിടുന്നത്. ഇതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും അമിതമായ ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ പല വകുപ്പുകളിലും ഉണ്ടാകുന്നുണ്ട്. പോലീസിൽ തന്നെ അത് പല ഘട്ടങ്ങളിലും വ്യക്തമായി പുറത്തു വന്നതുമാണ്. സർക്കാരിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് എല്ലാ പരിഗണനയും സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരും കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും മാറുന്നത് എന്ന വസ്തു കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവുകയാണെങ്കിൽ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ IAS IPS ഉദ്യോഗസ്ഥർ ഏതായാലും കൂട്ടത്തോടെ കേരളം വിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ കണക്കുകൾ, സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ നോക്കുകയാണെങ്കിൽ 32 IPS ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മാറി കഴിഞ്ഞിരിക്കുന്നു. 33 IAS ഉദ്യോഗസ്ഥരാണ് നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ഏതായാലും അതിൽ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത്. DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷവും അദ്ദേഹം കേരളം വിടാൻ ഒരുങ്ങുന്നു എന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല. കാരണം അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പോലും കേരളം വിട്ടു പോകുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് IAS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഒരുപോലെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ IAS IPS ഉദ്യോഗസ്ഥർ കേരളം വിടും എന്ന സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രദീപ്, പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. നിതിൻ അഗർവാളിനെ ഈ സംസ്ഥാന കേഡറിലേക്ക് കേന്ദ്രം നിയോഗിച്ചെങ്കിലും അദ്ദേഹവും കേരളത്തിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ശരി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് രാജീവ് രാവിലെ. ഇതിൽ തുടർ ബുള്ളറ്റിനുകൾ ഹാപ്പനിങ് ഹൗസിലും ലൈവ് റിപ്പോർട്ടിലും എല്ലാം ഇതേപ്പറ്റി ചർച്ചയും ഉണ്ടാകും. രാജീവ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും നമുക്ക് എസ് നന്ദഗോപനിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടതുണ്ട്. സിദ്ധരാമയ്യ വാർത്തകളിൽ നിറയുകയാണ്. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസും പ്രതിരോധത്തിൽ. 3 സാമൂഹ്യ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി. സിദ്ധരാമയ്യയുടെ രാജി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നടപടി എന്ന് പറഞ്ഞെങ്കിൽ ആ നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയതാണ് നടപടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വഴി സിദ്ധരാമയ്യയുടെ ഭാര്യയായ
BN പാർവതിക്ക് അനധികൃതമായി മൈസൂരുവിലെ കണ്ണായ ഭാഗത്ത് 3.17 ഏക്കർ ഭൂമി നൽകി എന്നതാണ് കേസ്. എന്ത് സുഖം അല്ലേ, എന്ത് സൗകര്യം. നന്ദഗോപൻ, ഒരിക്കൽ കൂടി പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രം എന്ന് പറയാനാവില്ല, അത്ഭുതപ്പെടാനുമില്ല, ഞെട്ടാനുമില്ല. ഇവരെന്തൊക്കെ പരാതി പറഞ്ഞാലും ഇത്തരം അഴിമതികളുടെയും കുംഭകോണങ്ങളുടെയും ഒരു പരമ്പരയെ തുടർന്നാണ് UPA ഗവൺമെൻറ് തൂത്തെറിയപ്പെട്ടത് കേന്ദ്ര ഭരണത്തിൽ നിന്ന്. ഇപ്പോൾ ഇതാ കർണാടകത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇത്ര നാൾ മാത്രമേ ആയുള്ളൂ. അതിനകം തന്നെ ഭാര്യയ്ക്ക് നല്ല ഒന്നാന്തരം 3.4 ഏക്കർ ഭൂമി നൽകി സിദ്ധരാമയ്യ തന്നെ ഇതിന് ഉദ്ഘാടനം അല്ല ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നന്ദൻ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? വളരെ പെട്ടെന്ന് ഗവർണർ അനുമതി നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണത്തോടെയാണ് കോൺഗ്രസ് പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഒരുങ്ങുന്നത്. പക്ഷേ കോടതിയിൽ നിലനിൽക്കാത്തൊരു നടപടി ഗവർണർ സ്വീകരിക്കുമോ? കാര്യം പെട്ടെന്ന് തന്നെ പ്രഥമ ദൃഷ്ട്യായെങ്കിലും ഇതിൽ കേസുള്ള എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ തിരിച്ചടി നേരിടും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ടാവും. അതിന് കൃത്യമായ നിയമോപദേശവും ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? ഇത് സിദ്ധരാമയ്യ കുടുങ്ങുമോ? മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുഡ, ഇവർ മൈസൂർ ഇതൊരു കോർപ്പറേഷനാണ്. ഇത് മൈസൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കോർപ്പറേഷനാണ്. അവർ ഈ മൈസൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തു. അതിൽ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ ഭൂമിയും ഉണ്ടായിരുന്നു. അതിന് പകരമായി ഈ മൈസൂരിൻ്റെ കണ്ണായ സ്ഥലത്ത് ഏതാണ്ട് 3-ലധികം ഏക്കർ സ്ഥലം, അതേതാണ്ട് 45 കോടി രൂപ വരുന്ന ഏതാണ്ട് 14 പ്ലോട്ടുകൾ ഭൂമിയാണ് പാർവതിക്ക് നൽകിയിരിക്കുന്നത്. 3 സാമൂഹ്യ പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നേരത്തെ തന്നെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിലുള്ള മറുപടി അല്ല ലഭിച്ചത്. മറിച്ച് അവർ ക്യാബിനറ്റ് കൂടി ഇത്തരമൊരു പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകരുത് എന്ന് കാണിച്ചുകൊണ്ട് ഗവർണർക്ക് തിരിച്ച് മറുപടി നൽകുകയായിരുന്നു. അതേസമയം ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ ഗവർണറുടെ മുന്നിൽ കൃത്യമായി തന്നെ വ്യക്തമായ സാഹചര്യത്തിലാണ് അഴിമതി നിരോധന നിയമത്തിലെ 1988 അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17 അതേപോലെ തന്നെ 218 പ്രകാരം സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ഗവർണർ അതിന് അനുമതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനോടകം തന്നെ ഒരു മന്ത്രി രാജിവെച്ച് അയാൾ ഇപ്പോൾ അഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വാത്മീകി ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂമി തട്ടിയെടുത്തതും അതുമായി ബന്ധപ്പെട്ട കുംഭകോണം 88 കോടി രൂപയുടെ വലിയ കുംഭകോണമാണ്, വലിയ അഴിമതി നടന്നുവെന്നും വ്യക്തമായ സാഹചര്യമുണ്ട്. അത് സിദ്ധരാമയ്യ തന്നെ നിയമസഭയിലും ചൂണ്ടിക്കാണിച്ചതാണ്, അല്ലെങ്കിൽ അത് അത്തരമൊരു അഴിമതി നടന്നുവെന്ന് വ്യക്തമാക്കിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗേന്ദ്ര, അവിടുത്തെ മന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അയാളെ ED പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ വലിയ അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് പെട്ടുനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഈ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ATM ആയിട്ട് ഇപ്പോൾ കർണാടക മാറി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് വലിയ അഴിമതികൾ നടത്തി വലിയ പണം സമ്പാദിച്ചുകൊണ്ട് അത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് വേണ്ടി നൽകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ, അത് തെലങ്കാനയിലടക്കം ഈ കർണാടകത്തിലെ അഴിമതി പണമാണ്, അത് ഈ വാത്മീകി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതി പണമാണ് തെലങ്കാനയിലടക്കം ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ആരോപണം BJP നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഡ മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ BJP ബംഗളൂരു മുതൽ മൈസൂരു വരെ വലിയ പദയാത്ര നടത്തിയിരുന്നു. അതിന് വലിയ ജനപ്രീതി നേടിയിരുന്നു. ജനങ്ങൾ കൃത്യമായി കോൺഗ്രസിൻ്റെ അഴിമതി നയങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചിന്തിക്കേണ്ട വിഷയം. BJPയെ മാറ്റിക്കൊണ്ട് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തന്നെ അഴിമതി രഹിത ഭരണം എന്ന് അത്തരം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ കല്ലുകടിയാണ്, അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ വലിയ അഴിമതിയുടെ ആരോപണങ്ങളിൽ ഈ കോൺഗ്രസ് സർക്കാർ പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന ഈ അഴിമതിയിൽ, അതായത് ഈ മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള അഴിമതിയിൽ അവിടെ മുഖ്യമന്ത്രിയുടെ പേരും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരും ഭാര്യയുടെ പേരുമാണ് പ്രധാനമായും
ഉയരുന്നത്. ഇതിൽ കൂടാതെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം സിദ്ധരാമയ്യയുടെ വാദം ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നന്ദൻ, അപ്പോൾ നമ്മുടെ സമയം അതിക്രമിക്കുകയാണ്. നന്ദനിലേക്ക് തിരികെ എത്താം. കാരണം പ്രധാനപ്പെട്ട 2-3 വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് തന്നെ തത്സമയം നൽകേണ്ടത്. ഇപ്പോൾ പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം റാപ്പിഡ് ന്യൂസ്, അതിനുശേഷവും ഒട്ടേറെ വാർത്തകൾ. കാഫിർ വിവാദത്തിൽ CPM പിന്നെയും പ്രതിരോധത്തിലാവുകയാണ്. അതടക്കമുള്ള വാർത്തകളുമായി പുത്തൻപുലരി തുടരും. പുത്തൻപുലരിയിൽ ഇടവേള. ആനന്ദും കാഫറും വിവാദവും വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനു മുമ്പ് അല്പനേരം ഒരു ദർശന പുണ്യം ആവാം. വീണ്ടും ഗുരുവായൂരിലേക്ക് പോവുകയാണ്. പുതിയ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇല്ലംനിറ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വർഷത്തെ. ഇനി അതുപോലെ തന്നെ വൈകി പുത്തൻപുലരി കണ്ടു തുടങ്ങിയവർക്കായിട്ടാണെങ്കിൽ ഒന്നുകൂടി പറയാം, പ്രസിദ്ധമായ ഇല്ലം നിറയാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയായിരിക്കും. ചടങ്ങിൻ്റെ ആദ്യ കൊയ്ത്തിന്റെ നെല്ല് കർഷകർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഇന്ന് രാവിലെ 6:18 കൊടിമര ചുവട്ടിൽ ചടങ്ങ് ആരംഭിച്ചത്. അത് 7:54 വരെ, അതായത് ഇനി കഷ്ടിച്ച് 5 മിനിറ്റ് കൂടി മാത്രമേ മുഹൂർത്തമുള്ളൂ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഹൈക്കോടതി അനുവാദത്തോടെ ഇത്തവണ കൊടിമര ചുവട്ടിലാണ് ഇല്ലംനിറ പൂജ നടത്തുന്നത്. അത് ഹൈക്കോടതി അനുവദിച്ചു എന്നുള്ളതല്ല, കൊടിമര ചുവട്ടിൽ നടത്തരുത്, നമസ്കാര മണ്ഡപത്തിൽ നടത്തണം എന്നുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടാതെ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം അംഗീകരിച്ചത്. അതനുസരിച്ച് പോകട്ടെ. കാര്യം തന്ത്രിയോട് ദേവഹിതവും ദേവസ്വം ബോർഡിനോട് ഭക്തജന സൗകര്യവും തിരക്കിയ ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എല്ലാവർക്കും സൗകര്യത്തിനായി ഇല്ലംനിറ കൊടിമര ചുവട്ടിൽ തന്നെ നടക്കട്ടെ എന്നാണ്. ഈ ഇല്ലംനിറ കൊടിമര ചുവട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഈ മാസം 7-നായിരുന്നു. നെൽക്കതിർ കറ്റകൾ കൊടിമര ചുവട്ടിൽ ബലിക്കരലിന് അരികെ വെച്ച് പൂജ ചെയ്താൽ പന്തീരടി പൂജ പെട്ടെന്ന് കഴിക്കാനും അതുവഴി പുലർച്ചെ 5 മുതൽ ഭക്തർക്ക് ദർശനം സൗകര്യമുണ്ടാക്കാനും. നമുക്കറിയാം എന്തൊരു വലിയ ക്യൂ ആണ്. ഒരുപക്ഷെ ഏറ്റവും ക്ഷമയോടുകൂടി ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച ഗുരുവായൂരിലും ശബരിമലയിലും ഒക്കെയാണ് കാണുന്നത്. എന്തായാലും ആ ചടങ്ങ് തുടങ്ങി. മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, രാവിലെ 7:18 തുടങ്ങിയ ചടങ്ങുകൾ 6:18 തുടങ്ങിയ ചടങ്ങുകൾ 7:54 വരെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതാനും നിമിഷം കൂടിയേ ഇത് ബാക്കിയുള്ളൂ. എന്താണ് ഇല്ലംനിറ എന്നും അതിൻ്റെ ഒരു പാരമ്പര്യവും അതിൻ്റെ ഒരു ആചാരവും ഒക്കെ ഒന്ന് പറയുമോ? പ്രദീപിള്ള, ഇല്ലംനിറയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 6:18 ആരംഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7:54 വരെയാണ് മുഹൂർത്തമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് ഭക്തിസാന്ദ്രമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ കർഷകരൊക്കെയും അവരുടെ ഒരുപിടി ഈ കതിർക്കറ്റകളുമായി ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ അഴീക്കൽ മനയം പാരമ്പര്യ അവകാശികളാണ് സാധാരണയായി ഓരോ വർഷവും ഇല്ലംനിറയ്ക്കായുള്ള കതിർക്കറ്റകൾ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കതിർക്കറ്റകൾ ഈ ഗുരുവായൂരപ്പന്റെ നടയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഈ മേൽശാന്തിയും അതോടൊപ്പം തന്നെ കീഴ്ശാന്തിമാരും ചേർന്ന് ഈ കതിർക്കറ്റകൾ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാണ് മറ്റ് പൂജകൾ നടത്തുക. കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ വരിവരിയായി ഈ കതിർക്കറ്റകൾ സമർപ്പിച്ചിരുന്നു. ഈ ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി ഒരുപിടി ഈ കതിരുകൾ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്തിൽ ചാർത്തിയാണ് ഈ പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് അതിനുശേഷം പ്രസാദമായി നൽകുന്നതോടെയാണ് ഈ ചടങ്ങുകൾക്ക് സമാപനമാകുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യവും ഈ ഒരു ഭക്തജന തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രത്യേക ചടങ്ങ്, അതായത് എല്ലാ വർഷവും നടക്കുന്ന ഇല്ലംനിറ, അത് കാണാൻ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തിരക്കും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിമര ചുവട്ടിൽ ഇപ്രാവശ്യം നടത്താം എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഹൈക്കോടതി തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള, അതായത് മണ്ഡപത്തിൽ നടത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാലും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ
ഭക്തർക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ അത് നടത്തണമെന്നുള്ള ഒരു തീരുമാനം. അതിൽ തന്നെയാണ് മറ്റ് നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയാലും ഭക്തജനങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാർഷിക സമൃദ്ധിക്കും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും ചിങ്ങമാസം പുലർന്നു. ഈ ചിങ്ങമാസത്തിലെ ഓരോ കാര്യങ്ങളും അത് ആദ്യം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ കർഷകർക്കും ആദ്യ കതിർക്കറ്റുകൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഈ ഒരു കാർഷിക രംഗത്ത് മുന്നോട്ട് പോവുക, അതോടൊപ്പം തന്നെ സർവൈശ്വര്യം ലഭിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ്. അതൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം 1200ഓളം കതിർക്കറ്റുകൾ ഇതുപോലെ തന്നെ ഈ ഇല്ലംനിറയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്രാവശ്യവും അതിനോട് അടുപ്പിച്ച് തന്നെ കതിർക്കറ്റുകളുണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും ഇനി ഇത് കഴിഞ്ഞ ശേഷം തൃപ്പുത്തരി ചടങ്ങുണ്ട്. ആ തൃപ്പുത്തരി ചടങ്ങിനും ഇതുപോലെ തന്നെ നിരവധി പേർ പങ്കെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ഈ ഓഗസ്റ്റ് 28 രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിൽ തൃപ്പുത്തരി നടക്കുക. പുന്നല്ലിന്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും ഗുരുവായൂരപ്പന് നിവേദിക്കുന്നതാണ്. അന്നേ ദിവസത്തെ വിശേഷ പുത്തരി പായസവും പ്രധാനം തന്നെയാണ്. എന്തായാലും ആ ചടങ്ങിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായി ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇല്ലംനിറ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രസിദ്ധമാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ഇല്ലംനിറ കാണുവാനും ദർശിക്കുവാനും അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം നേടുവാനുമായി. എന്തായാലും ഈ ഒരു ചടങ്ങ് വളരെയധികം ഭക്തിസാന്ദ്രമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഈ അവസാന ഘട്ടത്തിൽ 7:54 ആയിരിക്കുന്നു. ഇപ്പോഴേക്കും ഈ ഒരു കതിർക്കറ്റുകളൊക്കെ ഉള്ളിലെത്തിച്ച് ചടങ്ങുകൾക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ചടങ്ങുകളൊക്കെയും ഈ ഒരു മുഹൂർത്തത്തിലാണ് നടക്കുക. പ്രദീപിള്ള. ശരി മനോജ്, അനു കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു. ഇപ്പൊ നിറപുത്തരി മിസ് ചെയ്തതിന്റെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇന്ന് ഇല്ലനിറയോടുകൂടി അത് പൂർത്തിയായി. അത് വളരെ വിശദമായി തന്നെ മനോജ് അത് പറഞ്ഞു. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ വിശ്വാസവും കൃഷിയും ഐശ്വര്യവും ചിങ്ങപ്പുലരിയും ഒക്കെ കൂടി ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുകയാണ് അല്ലേ. ചിങ്ങം 1 എന്നുള്ള ദിവസം ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിറപുത്തരി നടക്കുന്നു. ഇന്ന് ഗുരുവായൂരപ്പന്റെ നടയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇല്ലംനിറ എന്നുള്ള പേരിൽ അതേ ചടങ്ങ്. ഇത് ആദ്യ കതിർക്കറ്റ ഭഗവാന് സമർപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇനി ഓഗസ്റ്റ് 28 തൃപ്പുത്തരിയുണ്ട്. ഈ പുന്നലിന്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും ഒക്കെ ഉണ്ടാക്കി ഭഗവാന് ഗുരുവായൂരപ്പന് നേദിക്കുന്ന ചടങ്ങാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ അതൊരു ഭാഗത്ത്. അതുപോലെ തന്നെ ഇതൊരു പാരമ്പര്യം ആയിട്ട് ഇപ്പോൾ പറഞ്ഞ അഴീക്കൽ മനയം ഈ 2 കുടുംബങ്ങൾക്കാണ് പാരമ്പര്യമായ അവകാശം. അവർ ഇന്നലെ തന്നെ ഈ കതിർക്കറ്റ അവിടെ എത്തിച്ചിരുന്നു ഗുരുവായൂരിൽ. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഇത് ഏറ്റുവാങ്ങിയത്. തുടർന്ന് ഇന്ന് 6:18 മുതൽ 7:54 വരെയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞു എന്ന് ചുരുക്കം. ഈ മുഹൂർത്തം അവസാനിച്ചിരിക്കുകയാണ് ഇല്ലനിറയുടെ. ഏതായാലും ഈ ഒരു ചടങ്ങ് അതല്ലെങ്കിൽ ഇതൊരു ആചാരം എന്നുള്ളത് മനോജ് സൂചിപ്പിച്ച പോലെ തന്നെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നല്ല കൊയ്ത്ത്, നല്ല വിളവെടുപ്പുണ്ടാക്കാൻ, നല്ല വിള ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഓരോ കൃഷിയുടെ ഓരോ ഘട്ടവും പ്രാർത്ഥനയുമായി ദൈവവുമായി ക്ഷേത്രവുമായി ഒക്കെ ഇഴുകിച്ചേർന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ ആദ്യ കതിർക്കറ്റയും ഭഗവാന് തന്നെ കൊടുക്കുന്ന ചടങ്ങ്. സമ്പൽ സമൃദ്ധമായ പുണ്യ കാഴ്ചകളാണ് ഗുരുവായൂരിൽ നിന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നതും കൂടി അവിടെ പോകാൻ കഴിയാത്ത നമ്മൾ അടക്കമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തത്സമയ ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ ഞങ്ങൾ നൽകിയിരുന്നു. അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിമര ചുവട്ടിൽ നിന്ന് കതിർക്കറ്റകൾ നിരയായി നാലമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ്, ചുറ്റമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ വരെ മാത്രമേ കാണിക്കാനും സാധിക്കില്ല. അതിനപ്പുറമുള്ള കാഴ്ചകൾ നമ്മൾ പലപ്പോഴും പുറത്തു നിന്നും പിന്നെ ക്യൂ നിന്ന് അകത്ത് പോയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു പുണ്യ ദർശനം തന്നെയാണ്. രാവിലെ ഗുരുവായൂരിൽ നിന്ന് ഇല്ലനിറയുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ ആയത്. തീർച്ചയായും. അപ്പോൾ മനോജാണ് വിവരങ്ങളുമായി ദൃശ്യങ്ങളുമായി വിപിനും ചേർന്നത്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് വീണ്ടും ആശങ്കയുളവാക്കുന്നൊരു വാർത്തയാണ് വരുന്നത് അല്ലേ? അതെ, കാരണം അതിശക്തമായ മഴയ്ക്ക് സാധ്യത, പെരുമഴ തുടരും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലും അപ്രകാരം പറഞ്ഞിരുന്നു. എന്തായാലും 3 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ഇനി കേരള തമിഴ്നാടിന് മുകളിലായി ന്യൂനമർദ്ദ പാത്തി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ തെക്കൻ മധ്യ കേരളത്തിലൊക്കെ മഴ ശക്തമാകാൻ ഇതിന് ഇടയാക്കും എന്നുള്ളത് കൂടിയാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
നമുക്ക് അഖിൽ പാലോട്ട് മഠത്തിൽ നിന്ന് കൂടുതൽ മഴ മുന്നറിയിപ്പ് വിവരങ്ങൾ പരിശോധിക്കാം. അഖിൽ, ഗുഡ് മോർണിംഗ്. ഈ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഈ പ്രത്യേകിച്ച് ഇത്തവണ തെക്കൻ കേരളത്തിലേക്ക് കൂടി മുന്നറിയിപ്പ് എത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം അടിക്കടി ഉണ്ടായി മഴയിലൊക്കെ തന്നെ കേരളം വലിയ ദുരന്തങ്ങൾ അതിജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നിങ്ങനെ ജില്ലകളിൽ മഞ്ഞ അലർട്ടും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, അതീവ തീവ്ര മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഒരു സമാധാനം എന്ന് പറയുന്നത് മലയാളികളെ എല്ലാവരെയും ലോകമെമ്പാടും ആശങ്കയും സങ്കടത്തിലുമാക്കിയ വയനാട്, കണ്ണൂര്, കാസർഗോഡ്, അതായത് വടക്കൻ ജില്ലകളൊക്കെ തന്നെ അത് പച്ച മുന്നറിയിപ്പിലേക്ക് മഴ പോകുന്നു എന്നത് ഒരു സമാധാനം നൽകുന്ന ഒരു കാര്യമായി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും മറ്റു ജില്ലകളിൽ ആ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ഒക്കെ തന്നെ ന്യൂനമർദ്ദം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള തീരത്ത് ഇത്തരത്തിൽ ശക്തമായ ഒരു മഴയ്ക്ക് സാധ്യത ഉണ്ടാകുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തെക്ക് തമിഴ്നാട് ഉണ്ടാകുന്ന ചക്രവാത ചുഴി, അതായത് തെക്ക് തമിഴ്നാടിന്റെ കടൽ തീരത്തുണ്ടാകുന്ന പ്രത്യേകതരം ചക്രവാത ചുഴിയാണ് കേരള തീരത്ത്, കേരളത്തിന്റെ തെക്കൻ മേഖലയിൽ, അതായത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയും അതിനുശേഷം മധ്യ കേരളത്തിലുമൊക്കെ തന്നെ എറണാകുളം വരെയും ഒക്കെ തന്നെ മഴയ്ക്ക്, ശക്തമായ മഴയ്ക്കും കാറ്റിനുമൊക്കെയുള്ള സാധ്യതയായി മാറുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരങ്ങളിലുള്ളവരൊക്കെ തന്നെ, ഈ ജില്ലകളിലുള്ള കടൽ തീരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നവർ, അതുപോലെ തന്നെ മത്സ്യയാനങ്ങളിലേക്ക് പോകുന്നവരൊക്കെ തന്നെ അതീവ ജാഗ്രതയും സുരക്ഷയും പാലിക്കണം എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. രാത്രികാല യാത്രകൾ പൂർണ്ണമായും മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. കാരണം ശക്തമായ കാറ്റിൽ മരങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് രാത്രികാല യാത്രകൾ, അതായത് 10 മണിക്ക് ശേഷമുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വരെ മുന്നറിയിപ്പ് റവന്യൂ വകുപ്പ് അടക്കം നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഒരു ചെറിയ ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതായത് അതീവ മഴയുള്ളത്, അത് ഇടുക്കിയും എറണാകുളവും പത്തനംതിട്ടയും കോട്ടയവുമാണ്. അതായത് എറണാകുളത്തിന് ഇടുക്കിക്കും ഒക്കെ താഴോട്ടാണ്, അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് അതീവ. അഖിൽ, എന്തായാലും മധ്യ തെക്കൻ കേരള ജില്ലകൾക്കാണ് കൂടുതൽ മുന്നറിയിപ്പ്. അഖിലേക്ക് നമുക്ക് പുത്തൻപുലരിയിൽ തന്നെ തിരികെ എത്താം. കാര്യം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ബാക്കി പ്രവചനങ്ങൾ എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. കൃത്യമായി മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ടെങ്കിൽ അതും ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ചേരും. ശരി, നമ്മൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, കാരണം കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂരിലേക്കാണ് അടുത്ത് എത്തുന്നത്. കാഫിർ, അതെ, സ്ക്രീൻഷോട്ട് വിവാദം, ഇത് ഇടതുപക്ഷത്തിന് തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാഴ്ച എന്ന് നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ വിവാദമാണ്. അതിപ്പോൾ അന്വേഷിച്ചത് പോരാളി ഷാജിമാരിലേക്കും ഇടത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. പോലീസിന്റെ അന്വേഷണമാണ് അവിടെ എത്തിയത്. ഇതോടുകൂടി CPM പ്രതിരോധത്തിലുമായിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പായി ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആനന്ദ് പുത്തൂർ, ആദ്യം ഇത് കുറച്ചു നാളായി കാഫിർ വിവാദം എന്നൊക്കെ പറയുന്നെങ്കിലും എന്താണ് കാഫിർ വിവാദം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്, അന്വേഷണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അതാദ്യം ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാം ആനന്ദ്. തീർച്ചയായും പ്രദീപ്, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ വടകര ലോക്സഭാ മണ്ഡലം. ഇടത് വലത് മുന്നണികളും മാത്രമല്ല NDA മൂന്ന് സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ, സിറ്റിംഗ് MP ആയിട്ടുള്ള കെ മുരളീധരനെ മാറ്റിക്കൊണ്ട് പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പലിനെ കോൺഗ്രസ് കൊണ്ടുവരുന്നു. ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആ തരത്തിൽ കോൺഗ്രസ് കൊണ്ടുവരുന്നു. ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി KK ശൈലജ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു ഒരു മുൻതൂക്കം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് KK ശൈലജ പോലുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി തന്നെ ഇടതുപക്ഷ അണികളെല്ലാം അത്തരത്തിലുള്ള ആത്മവിശ്വാസം അധികമായി നിന്നിരുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ കോൺഗ്രസ് കെ മുരളീധരനെ മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ മാറ്റി സ്ഥാപിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇവിടെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഏതാണ്ട് മത്സരം മുറുകുന്ന
സമയത്ത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഈ കെ ശൈലജ, അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ ശൈലജ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, ഒരു സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഘട്ടമുണ്ടാവുന്നത്. ഇടതുപക്ഷം ആദ്യഘട്ടത്തിൽ ആരോപിക്കുന്നത് ഈ യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുഹമ്മദ് കാസിമിന്റെ പേര് വെച്ചുകൊണ്ടാണ്. അതായത് മുഹമ്മദ് കാസിമാണ് ഇത്തരത്തിൽ കെ ശൈലജയെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, അതായത് വർഗീയ ചുവ കലർത്തുന്ന ഒരു പോസ്റ്റിന് നിർമ്മിച്ചതിനും അത് പ്രചരിപ്പിച്ചതിനും പിന്നിൽ ഈ മുഹമ്മദ് കാസിമാണെന്ന് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം ഉണ്ടാവുന്നു. എന്നാൽ മുഹമ്മദ് കാസിം ഇത് തുടക്കത്തിൽ നിഷേധിക്കുകയും തന്റെ ഫോൺ ആ സമയത്ത് തന്നെ, അതേ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തന്റെ ഫോൺ അവിടെ കൊടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാനും താൻ തയ്യാറാണെന്നുള്ള ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നു. ഇത് UDF ക്യാമ്പുകൾക്ക് അല്പം ആശ്വാസം നൽകിയെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം കാര്യമായി തന്നെ ആ സമയത്ത് വ്യാപകമായിരിക്കുന്നു. തുടക്കത്തിൽ ഇലക്ഷന് തൊട്ട് മുൻപേ തന്നെ, അതാണ് ഏറ്റവും ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ഇടത് വലത് മുന്നണികൾ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെക്കുന്നു. റഹീം അടക്കമുള്ള DYF നേതാവ് ഷാഫി പറമ്പലിനെ പൊളിറ്റിക്കൽ പോയ്സൺ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല UDF ഈ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റേ UDF ക്യാമ്പുകളിൽ നിന്നുണ്ടാവുന്നതും അത് പ്രചരിപ്പിക്കുന്നതും എന്നുള്ള ഒരു നരേഷനിലേക്ക് ഇടതുപക്ഷം UDF-നെ കടന്നാക്രമിക്കുന്നു. അതേസമയം തന്നെ UDF തിരിച്ച് ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു. അതായത് ഇടതുപക്ഷ ഹാൻഡിലുകളാണ് ഇതിന് പിന്നിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. വർഗീയത ആളിക്കത്തിക്കുന്നത് UDF അല്ല, LDF ആണ്. അതുവഴി വോട്ട് കൂടാൻ, അതായത് തോൽവി ഏകദേശം മണത്തറിഞ്ഞ LDF കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്നുള്ള കാര്യങ്ങൾ UDF-ന്റെ നേതൃത്വത്തിലടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുന്നു. വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ, പൊതുയോഗങ്ങൾ, വിശദീകരണ യോഗങ്ങളെല്ലാം നടക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ. അതാണ് ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം സാധാരണഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. ആ ഒരു ആവേശം കെടുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിന് മുമ്പുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തണുക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളതെങ്കിൽ, പക്ഷെ ഇവിടെ അത് നേരെ തിരിയുകയാണ്. അതായത് ഈ മുഹമ്മദ് കാസിം തന്റെ പേരിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് കാസിമിനെതിരെ, അതായത് ഈ LDF-ന്റെ പരാതിയിൽ മുഹമ്മദ് കാസിമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ മുഹമ്മദ് കാസിം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഫോൺ അടക്കമുള്ള സാമഗ്രികൾ കൊടുത്തുകൊണ്ട് തന്നെ തനിക്കിതിൽ പങ്കില്ല, ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു. പക്ഷേ ഈ മുഹമ്മദ് കാസിം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. വളരെ ഗൗരവത്തിൽ, തന്റെ പരാതിയെ ഗൗരവത്തിൽ കാണുന്നുള്ള എന്നുള്ള ഒരു ആരോപണവുമായി മുഹമ്മദ് കാസിം വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും രംഗത്തെത്തുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നു. തുടർന്ന് മുഹമ്മദ് കാസിം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കോടതിയിൽ ഇത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം, ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വഹിക്കണമെന്നൊരു ആവശ്യവുമായി കാസിം കോടതിയെ സമീപിക്കുന്നു. അവിടെയാണ് കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള ആളുകൾ വന്നുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള വിശദീകരണ യോഗങ്ങൾ നടക്കുന്ന ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LDF-ന്റെ നേതൃത്വത്തിലും ഈ വടകര ലോക്സഭാ ഇലക്ഷൻ ശേഷവും അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ വന്നുകൊണ്ട് ഈ വിശദീകരണ യോഗം, അതായത് നാടിനെ വീണ്ടെടുക്കാൻ, വർഗീയത കൊണ്ട് മുറിഞ്ഞ നാടിനെ വീണ്ടെടുക്കാൻ എന്നുള്ള ഒരു ക്യാമ്പയിൻ ഇടത് വലത് മുന്നണിയിൽ കൃത്യമായി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരാഗതമായി തന്നെ സംഘർഷ ഭൂമി, പല തവണ സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ഭൂമിയാണ്. മാത്രമല്ല പല സംഘർഷങ്ങളെയും അവിടെ കമ്മ്യൂണലിസത്തിന്റെ ഒരു ചൊയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് തന്നെയാണ് ആരാണോ ഇത്തരത്തിലൊരു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആ സമയത്തെ രാഷ്ട്രീയത്തെ ആ തലത്തിൽ വർഗീയമായി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു വിഭാഗത്തിന്റെ വോട്ട് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട, പ്രത്യേകിച്ച് ആ നാടിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ നാടിന്റെ ഒരു പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു കമ്മ്യൂണൽ സ്വഭാവം പല ഘട്ടത്തിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അതിനെ ദുർവിനിയോഗം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് അത്തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു അതോടൊപ്പം തന്നെ ആനന്ദ്, ഈ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം അവരെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ നീക്കമുണ്ടായി എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇതിന് വരുന്നുണ്ട്. അത് വളരെ കൃത്യമായി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ധാരാളം നമ്മൾ പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നുള്ള ഗ്രൂപ്പുകളെയൊക്കെ പരാമർശിക്കേണ്ടി വരുന്നതും. അനു ചോദിച്ചതിന് അനുബന്ധമായി കഴിഞ്ഞ തവണ ജയരാജനെ തോൽപ്പിച്ചതിന് അല്ലെങ്കിൽ ജയരാജൻ തോറ്റതിന് ഉള്ള പ്രതികാരമായിട്ടാണ് ഇത്തവണ ശൈലജ ടീച്ചർ മത്സരിച്ചപ്പോൾ കെ ശൈലജയെ തോൽപ്പിക്കാൻ ഇത്തരം ഒരു ശ്രമം ഉണ്ടായതെന്ന്. അതായത് കണ്ടാൽ കെ ശൈലജയ്ക്കെതിരായ ആക്രമണം ആണെന്ന് തോന്നുകയും അതേസമയം കൃത്യമായി ആ വോട്ടുകൾ
മറുഭാഗത്തേക്ക് പോകുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റായിരുന്നു. ഇത്തരം ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ആനന്ദ? ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടത്തിയ ഗ്രൂപ്പ് പോരാട്ടമായിരുന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും പ്രദീപ് കുമാർ, അങ്ങനെ ഒരു ആംഗിൾ കൂടി പൊതുവെ അണികൾ ഇതിനെ കാണുന്നുണ്ട്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെല്ലാം അത്തരത്തിൽ ഈ കെ ശൈലജയെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഈ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കാര്യമായും ഇടതുപക്ഷത്തിന്റെ സാധാരണ അനുഭാവികളിൽ നിന്ന് വളരെയധികം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിയാക്കാതെ മറ്റെല്ലാ പിണറായി വിജയൻ കെ ശൈലജയെ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ ശൈലജ എന്ന് പറയുന്നത് CPM-ന്റെ. പക്ഷേ ഇത്തവണ അവരെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. അതിന്റെ ഒരു പിന്നാമ്പുറ കളികൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു യോഗ്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരെന്ന് ഉള്ള ഒരു പ്രചാരണം ഇടതുപക്ഷ ക്യാമ്പുകളിൽ നിന്ന് തന്നെ വരുന്നു. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഒതുക്കണം, തോൽപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചിന്ത സ്വാഭാവികമായും എല്ലാവരിലും ഉണ്ട്. ആ സമയത്തും അത്തരത്തിൽ അത് കാര്യമായി തന്നെ പ്രചരിപ്പിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഈ കോടതി ഇടപെടലുണ്ടാവുന്നതിന് ശേഷമാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ വരുന്നത്. ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നെന്ന് പറയുന്നത്, ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ കാര്യമായി പ്രചരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകൾ എന്നുള്ളതാണ്. അതായത് അമ്പാടി മുക്ക് സഖാക്കൾ, റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ, പോരാളി ഷാജി, ഈ 4 ഗ്രൂപ്പുകളിലാണ് കാര്യമായിട്ടുള്ള ഒരു പ്രചരണം ഈ ആദ്യഘട്ടത്തിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നു എന്നുള്ള ഒരു പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടുകൂടി തന്നെ CPM കൃത്യമായിട്ടുള്ള പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, ഒരു കാര്യം കൂടി, നമുക്ക് ഇനിയും ധാരാളം വാർത്തകളുണ്ട്. ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആനന്ദ് പറഞ്ഞു വെച്ചതനുസരിച്ചാണെങ്കിൽ ഇതിൽ വെളിച്ചത്ത് വരുന്നത് ഈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെയും CPM നയിക്കുന്ന മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ വോട്ട് ലക്ഷ്യമാക്കിയുള്ള വർഗീയ കാർഡുകളുടെയാണ്. കാരണം അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MP ആയ K മുരളീധരനെ അവിടെ നിന്ന് മാറ്റുന്നു. അതിന് പിന്നീട് പറഞ്ഞ ന്യായം മറ്റൊന്നാണ്. പത്മജ BJP-യിലേക്ക് പോയതിനെ ചെറുക്കാനായി തൃശ്ശൂരിൽ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്തായി, മുരളീധരൻ വഴി ആധാരമായി വീട്ടിലടച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, അവിടെ നിന്ന് മുരളീധരനെ മാറ്റിയിട്ട് ഷാഫി പറമ്പലിനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. KK ശൈലജയെ പോലെ വൻ വിജയം നേടിയ ഒരു MLA വടകരയിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ വടകര മണ്ഡലം പിടിക്കാൻ തുനിഞ്ഞിറങ്ങുകയാണ് CPM ഇടതുമുന്നണി എന്നുള്ള പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് അവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെ അതേ നാണയത്തിൽ നേരിടാൻ കൂടിയായിരുന്നില്ലേ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചാരണവും, അതല്ലെങ്കിൽ KK ശൈലജയെ ഈ കാഫിർ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരുപക്ഷെ ആ പ്രചാരണ കാലം മുഴുവൻ ഇത് സംബന്ധിച്ച ആരോപണവും വിശദീകരണവും ഷാഫി പറമ്പലിന്റെ മറുപടിയും വീണ്ടും ആ കാലത്ത് തന്നെ ഇത് ഏറെക്കുറെ പൊളിഞ്ഞു എന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ കത്തി നിന്നത് ഇതുമായിരുന്നു എന്ന് മാത്രമല്ല ആനന്ദ്, ഒരു വിശദീകരണ യോഗം വിളിക്കേണ്ട അവസ്ഥയിലേക്ക് DYF എത്തിയ പശ്ചാത്തലം എന്താണ് DYFIയുടെ തന്ത്രം? പ്രദീപ് സൂചിപ്പിച്ച പോലെ വളരെ കൃത്യമാണ്. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഇടത് വലത് മുന്നണികളുടെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയ അജണ്ട. അതായത് ഈ ആദ്യഘട്ടത്തിൽ K മുരളീധരൻ സിറ്റിംഗ് സ്ഥാനാർത്ഥി വിജയിച്ച, അതായത് P ജയരാജനെ തോൽപ്പിച്ചുകൊണ്ട് സിറ്റിംഗ് സീറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം വടകരയിലുള്ള K മുരളീധരനെ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാഫി പറമ്പലിനെ വന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരു കൺസോളിഡേഷൻ, ഒരു ഏകീകരണം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് അടിച്ചാൽ തന്നെയാണ് അത്തരത്തിൽ ഈ കോൺഗ്രസ് ഷാഫി പറമ്പലിനെ അവിടേക്ക് കൊണ്ടുവന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഒരുപക്ഷെ ആ ഒരു കോൺഗ്രസിന്റെ നീക്കത്തെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം മറുവശത്ത് നിന്ന് ഇത്തരത്തിലൊരു രീതിയിലേക്കുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ആ തലത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത, ഇടത് വലത് മുന്നണികൾ ഏറ്റവും കൂടുതൽ വർഗീയത, മതേതര സ്വഭാവമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ 2 മുന്നണികളും വർഗീയത തുപ്പിയത് തീർച്ചയായിട്ടും കേരളത്തിലെ വടകര ലോക്സഭാ മണ്ഡലത്തിലാണെന്ന് നമ്മൾ
മനസ്സിലാക്കേണ്ടി വരും. അത് തന്നെയാണ് അതിന്റെ വാസ്തവം. എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇന്ന് വിശദീകരണമായി എത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് തന്നെയാണ്, റിബീഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവാണ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് ഇത് എവിടുന്നാണ് ലഭിച്ചതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഈ റിബീഷ് ബാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അഡ്മിനായിട്ടുള്ള വഹാബിന്റെ ഫോണും പോലീസ് പിടിച്ചുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ UDF ആണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് ഇടതുപക്ഷം വാദോരാതെ പ്രചരണം നടത്തിയെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ ഇത് ഇടതുപക്ഷ പ്രൊഫൈലിലേക്ക് എത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനടക്കം ന്യായീകരണമായാണ് ഇത് എത്തിയത്. കാരണം UDF ക്യാമ്പുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. മാത്രമല്ല ഏറ്റവും ഗൗരവപരമായിട്ടുള്ള കാരണം ഇടത് പ്രൊഫൈലുകൾക്ക് പുറമെ മുൻ MLA ആയിട്ടുള്ള KK ലതിക അടക്കം ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ അതിനെയും ന്യായീകരിച്ചുകൊണ്ടാണ് എത്തിയത്. അതായത് ഈ ഈ ലതിക ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ആളുകൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ്. അതായത് ഇത്തരത്തിലൊരു അപകടത്തിലേക്കാണ് ഈ നാട് പോകുന്നത് എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലതിക ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് മറുപടിയായി രമേശ് ചെന്നിത്തല പറഞ്ഞത് CPM വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഈ ലതികയെ അടക്കം അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തങ്ങൾ കുറ്റക്കാരല്ല, തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണ യോഗം ഇന്ന് ഡിവൈഎഫ്ഐ വിളിച്ചിരിക്കുന്നു. മാധ്യമ നുണകൾക്കെതിരെ എന്നാണ് അതിന്റെ തലക്കെട്ട്. അത് തന്നെയാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മാധ്യമങ്ങളാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്. ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐക്ക് നേരെയുള്ള ഈ പ്രചരണങ്ങളുടെ എല്ലാം അടിസ്ഥാന ആളുകൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളാണെന്നുള്ള ഒരു ലേബലിലാണ് ഇന്ന് എന്തായാലും വിശദീകരണ യോഗം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വടകര ഇപ്പോഴും കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് റിസൾട്ട് വന്ന് ഈ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ലതിക അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഹമ്മദ് കാസിമിന്റെയും കൃത്യമായിട്ടുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡിവൈഎഫ്ഐയുടെ ഒരു വിശദീകരണ യോഗം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി അറസ്റ്റ് ചെയ്യണം. പോലീസ് CPMന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവമായ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവണമെന്നുള്ള ഒരു ആവശ്യമായി DCC പ്രസിഡന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. വിശദീകരണ യോഗങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും ഒരുപക്ഷെ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് തങ്ങളല്ല ഇതിന്റെ കുറ്റക്കാർ, തങ്ങളല്ല മറ്റവരാണ്, അതായത് ഈ ഇടത് വലത് മുന്നണികൾ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനിയും വരാനിരിക്കുന്നത് അത്തരത്തിലുള്ള വിശദീകരണ യോഗങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. പ്രദീപ്, എന്തായാലും മാധ്യമങ്ങളാണ്. അപ്പൊ ഈ പോരാളി ഷാജിയൊക്കെ ഏത് മാധ്യമത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. ആനന്ദിന് അറിയുമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അറിയിച്ചാൽ നമുക്ക് അതും നൽകാവുന്നതാണ്. തത്സമയം നമ്മൾ ഒരിക്കൽ കൂടി ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇത് മൂന്നാം വട്ടമാണ് ഗുരുവായൂർ നടയിലേക്ക് ജനം TV ക്യാമറ ഇന്ന് തന്നെ എത്തുന്നത്. അവിടെ ഇല്ലം നിറ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി വൈകി ആരെങ്കിലും ചേർന്നെങ്കിൽ ഗണേഷ് ജിയോ നന്ദനാഥ് ജിയോ ഒക്കെ വൈകിയാണ് എണീറ്റതെന്നുണ്ടെങ്കിൽ ഇല്ലം നിറ ചടങ്ങ് അവിടെ രാവിലെ 6:18 ആരംഭിച്ചു, 7:54 സമാപിച്ചു. മനോജ് ചേരുകയാണ്. മനോജ്, ചടങ്ങുകൾ പൂർത്തിയായോ? ആദ്യത്തെ കതിർ കറ്റ ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങ്. ഇപ്പോൾ ഭക്തജനങ്ങൾ അവിടെ നിന്ന് പ്രസാദമായി കിട്ടിയ കതിരുകളുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണോ കാണാൻ കഴിയുന്നത്? കിഴക്കേ ഗോപുര നടയാണെന്ന് തോന്നുന്നു, അല്ലേ മനോജ്? പ്രതിപിള്ള കിഴക്കേ ഗോപുര നട തന്നെയാണ്. ഭക്തജനങ്ങൾ ഈ കയ്യിൽ കതിർക്കറ്റകളുമായി പോകുന്ന കാഴ്ചകളാണ്. ഈ കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് നടത്തിയ ഇല്ലം നിറ ചടങ്ങുകൾ 6:18 തന്നെ ആരംഭിച്ചു. 7:54 വരെയുള്ള മുഹൂർത്തത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മനയത്ത് അഴീക്കൽ കുടുംബങ്ങളിലെ അംഗങ്ങളും ഭക്തരും ചേർന്ന് ഈ കതിർക്കറ്റുകൾ സമർപ്പിച്ചിരുന്നു. ഈ കതിർക്കറ്റുകൾ കിഴക്കേ ഗോപുര കവാടത്തിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിൽ സമർപ്പിച്ച ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരി ഈ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി
കൂടി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഈ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വരിയായി ഈ കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം ഈ ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും ഒക്കെ നടത്തി കതിരുകളിൽ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തി. തുടർന്നാണ് ഈ പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകിയത്. ഈ പ്രസാദമായി നൽകുന്നതോടുകൂടി തന്നെ ഇന്നത്തെ ചടങ്ങുകൾക്ക് സമാപനമായിരിക്കുന്നു. ഇനി ഈ 28-ാം തീയതി നടക്കുന്ന തൃപ്പുത്തരി ചടങ്ങാണ്. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് ഈ പായസവും അപ്പവും ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കുന്നതാണ്. ഈ ചടങ്ങിലും പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇന്നും അനുഭവപ്പെട്ടത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം കൊടിമരച്ചൂട്ടിൽ തന്നെ ചടങ്ങുകൾ നടത്താമെന്ന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഭക്തജനങ്ങൾക്ക് കാണുവാനും മറ്റു സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി. വൻ ഭക്തജന തിരക്ക് തന്നെയായിരുന്നു ഇന്ന് അനുഭവപ്പെട്ടത്. ഈ ചടങ്ങിനോട് അനുബന്ധിച്ച് ദർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് നല്ലൊരു കാർഷിക കാലം കൂടെ ലഭിക്കുവാൻ വേണ്ടി, അതിന്റെ ഒരു പുണ്യത്തിന് വേണ്ടി ഗുരുവായൂരപ്പന് കതിർക്കറ്റുകൾ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കാർഷിക സമൃദ്ധി, നല്ല വിള കിട്ടാൻ, കൃഷി മെച്ചപ്പെടാൻ ഒക്കെ ആയിട്ടുള്ള വഴിപാട് ചടങ്ങ് പ്രാർത്ഥനയാണ്. ഇന്നലെ നിറപുത്തരിയും ഇന്ന് ഇവിടെ ഇല്ലം നിറയും ഗുരുവായൂരിൽ. ഇതിന് പിന്നാലെ ഇനി തൃപ്പുത്തരിയും ഈ നെൽക്കുന്നിൽ നിന്നുള്ള പായസവും അപ്പവും ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ദിവസവും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതേ സമയത്ത് തന്നെ ശബരിമലയിൽ മറ്റൊരു വിശേഷം കൂടി നടക്കുകയാണ്. കാരണം പുതിയ ഭസ്മക്കുളം സ്ഥാനം നിർണ്ണയിക്കാനുള്ള ചടങ്ങ് നടക്കുകയാണ്. അതിനുശേഷം ഉള്ള മറ്റ് ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തറക്കല്ലിടുകയും ചെയ്യും പുതിയ ഭസ്മം. അപ്പോൾ അവിടേക്കും നമുക്ക് ഇതിനൊക്കെ ശേഷം തത്സമയം തന്നെ പോകാം. ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു CJ ഉമേഷ് സന്നിധാനത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടുകൂടി. കാരണം ഇപ്പോഴത്തെ ഭസ്മക്കുളത്തിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നുള്ളതുണ്ട്. അപ്പോൾ അടുത്ത സോഷ്യൽ സ്കൂപ്പ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ, വിശേഷ പോസ്റ്റുകളൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കാണാം. Indian Compass. Maruti Suzuki starts export of made in India France model to Japan. എന്തൊരു വാർത്തയാണെന്ന് ആലോചിക്കണം. ഇതിൽ ഒരു കാര്യം ഈ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ഈ മാരുതി കമ്പനി ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ആദ്യം നിർമ്മിച്ചിരുന്ന കാറുകൾക്ക് പിന്നീട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വലിയ ഡിമാൻഡായിരുന്നു. അതിന് കാരണം ഇന്ത്യയിൽ ഫാക്ടറി എന്നാണെങ്കിലും എഞ്ചിൻ അടക്കം പ്രധാന ഭാഗങ്ങളെല്ലാം ജപ്പാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അസംബ്ലിംഗ് മാത്രമായിരുന്നു. ഒരു ഫാക്ടറി അല്ലെങ്കിൽ നിർമ്മാണശാല എന്നതിനപ്പുറത്തേക്ക് ഇതൊരു അസംബ്ലിംഗ് യൂണിറ്റ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സുസുക്കി എഞ്ചിൻ, ഒറിജിനൽ ജാപ്പനീസ് കാറ് ആയിരുന്നു ആദ്യത്തെ 2-3 വർഷം. അതിനുശേഷമാണ് ഭാഗങ്ങൾ പോലും ഇവിടെ നിർമ്മിച്ചു തുടങ്ങിയത്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇൻഡ് സുസുക്കി എന്ന് പറഞ്ഞിരുന്ന ബൈക്കുകളുടെ കാലം. അപ്പോൾ ഇന്ന് ഇൻഡ് സുസുക്കി എന്നുള്ള മോഡൽ തന്നെയില്ല, കമ്പനി വേറെ. പക്ഷെ ഇത് ഈ കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുക എന്നൊക്കെ കേട്ട പോലെ ഭാരതം കുതിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് പറയുമ്പോൾ അത് വിശ്വസിക്കാത്തവർക്ക് അത് വെറും പൊള്ളയായ പ്രഖ്യാപനമാണെന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഇതാ ഫ്രോങ്സ്, സുസുക്കിയുടെ ഏറ്റവും പുതിയ മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ SUV ആണ് ഇത്. ടൊയോട്ടയുടെ നാട്ടിലേക്ക്, ഹോണ്ടയുടെ നാട്ടിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച SUV ഫ്രോങ്സ് ആദ്യത്തെ ബാച്ച് 1600 യൂണിറ്റ് ഡിപ്പാർട്ട് ചെയ്യപ്പെട്ടു, പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊറിയയുടെയും ജപ്പാന്റെയും, സൗത്ത് കൊറിയയുടെയും ജപ്പാന്റെയും ഒക്കെ ആധിപത്യം അവസാനിക്കുകയാണ് എന്നത് കൂടി നമുക്കിപ്പോൾ അഭിമാനത്തോടെ പറയാം. ശരി, അടുത്തത് നോക്കാം. When half of India is sleeping, അല്ലേ? Women in Howrah, West Bengal. Just 1 kilometer away from the CM's office. പ്രതിഷേധിക്കുകയാണ് അവർ. അതെ. ഈ ഭാരതത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗവും ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഉറക്കമില്ലാതെ പ്രതിഷേധിക്കുകയാണ്. 12:05 ദൃശ്യങ്ങളാണ് ഇത്. ബ്രൂട്ടൽ റേപ്പ് ആൻഡ് മർഡർ, ആ ഡോക്ടറുടെ മാനഭംഗത്തിലും കൊലപാതകത്തിലും പ്രതിഷേധിച്ച് ആ വീഡിയോ കാണാം. দেখতে পাচ্ছেন রাত্রিবেলা মানুষ কিন্তু রাস্তা নেমে গেছে। রাত 12টা বাজে, চ্যাটার্জিয়ার বাজার থেকে মিছিল আরম্ভ হয়ে গেছে, এগোচ্ছে আস্তে আস্তে। വലിയ രീതിയിലുള്ള പ്രചരണം ഒരുപക്ഷെ നിർഭയയ്ക്ക് ശേഷം നമ്മൾ രാജ്യവ്യാപകമായി കാണുന്നു എന്നതുകൂടിയാണ്. ഇനി അടുത്തത് കശ്മീരി ഹിന്ദു.
Listen to every word. Listen to this pain. Listen to this anger. Listen to this resolve. കേൾക്കണം ഓരോ വാക്കും, ഈ വേദന, ഈ രോഷം, ഈ നിശ്ചയദാർഢ്യം. കാണാം വീഡിയോ. मेरे को जस्टिस चाहिए, ऐसा तो नहीं है रेप पहली बार हो रहा है। आपको 5 दिन लग गया, स्टेट गवर्नमेंट को 5 दिन लग गया उतर के भाषण देने में कि আমরা इनार साथे কথা বলছিলাম, আমরা উনার সাথে কথা 5 दिन आपको फैब्रिकेट करने में लगा टैम्प एविडेंस को, या आपको समस्या मतलब समाधान निकाल रहे थे आप क्या बोलना चाह रहे हैं? आपका क्राइम सीन अभी तक सील नहीं है। क्राइम सीन में जो भी आके कुछ भी करके चला जा रहा है। माय क्वेश्चन इज गवर्नमेंट हॉस्पिटल इज अंडर हुज डोमेन? ये किसके डोमेन में आता है? It comes under state government. You are protesting against your government. जोक बन चुका है एक आज के डेट पे। ये कोई नया बात नहीं है। अपने अगेंस्ट में रेप नया बात नहीं है। उनको ही भरोसा करेंगे जो हम लोग को भरोसा दिलाएगा कि हाँ लॉ चेंज होगा। अब आज हॉस्पिटल में बहुत हो चुका है। मैं लॉयर हूँ, कल को मेरे साथ कोर्ट में रेप होगा तब who will stand for me? I have to stand for myself. This is getting Mamata Banerjee has never taken rape as a heinous crime. This time I want punishment to be as heinous as the crime was. हम चाहते हैं या तो आप हैंग करें या तो आप हैंड ओवर करें, हम लोग देंगे पनिशमेंट। रास्ता पे हैंग करें, बीच रास्ता पे होना चाहिए सबको। हम लोग सोशल मीडिया हर जगह हम लोग कुछ भी हो चाहिए, सब हड़ताल कर देंगे, लेकिन हम लोग को चाहिए जैसे ആ രോഷം വ്യക്തമാണ്, ആ വേദന. ഇനി മമതാ ബാനർജിക്കും കൂട്ടാളികൾക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ മനസ്സിലായില്ലെന്ന് നല്ല ബംഗാളിയിലാണ് പറയുന്നത്. ഈ ആശുപത്രി ആരുടെ കീഴിലാണ്? ഈ സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? ഈ ക്രൈം സീൻ സീൽ ചെയ്തിട്ടില്ല. എനിക്ക് നീതി വേണം. ഇത് നിങ്ങൾ ആർക്കെതിരെ ആരോടാണ് പ്രതിഷേധിക്കുന്നത് എന്നാണ് മമതാ ബാനർജിയും കൂട്ടരും നടത്തുന്ന നാടകത്തെക്കുറിച്ച് ഈ കുട്ടികൾ ചോദിക്കുന്നത്. മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, അവരുടെ രോഷം എത്രമാത്രമാണെന്നുള്ളത്. ഈ എത്ര പൈശാചികമായിരുന്നോ, എത്ര ക്രൂരമായിരുന്നോ ഈ ക്രൂരകൃത്യം, ഈ കൊലപാതകം, ഈ മാനഭംഗം അത്രയും ക്രൂരവും പൈശാചികവുമായിരിക്കണം അവർക്ക് ലഭിക്കേണ്ട ശിക്ഷയെന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നാണ് പറയുന്നത്. കേൾക്കണം കാതുകളുണ്ടെങ്കിൽ മമതാ ബാനർജി. അടുത്തത് നോക്കാം. കിരൺ ബേഡിയും ഇതേ വിഷയത്തിൽ പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഭാരതത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ കൂടിയാണ് കിരൺ ബേദി. ഇതേ വിഷയത്തിലുള്ള പ്രതിഷേധം, നിയമലംഘനം, ഈ ഭരണ തകർച്ച, നേതൃത്വത്തിന്റെ അഭാവം, ഇതൊക്കെയാണ് കിരൺ ബേദി ചൂണ്ടിക്കാട്ടുന്നത്. First thing when I heard on the BBC, the headline was about this rape case making international news. It embarrassed me as an Indian, and it got me to write my few points as a former police officer, points which I feel have not surfaced enough for the general knowledge of the general public. To my mind, this was a completely preventable crime, and all that has happened after that and today with the medical strike was totally preventable. God knows how many millions have got കിരൺ ബേദിയുടെ വാക്കുകൾ വളരെ കൃത്യമായി ഇതിനെ അപലപിക്കുകയാണ്. ഭാരതം ഒട്ടാകെ ശബ്ദം ഉയരുകയാണ് ഇതിനെതിരെ. പക്ഷേ മമതാ ബാനർജി മാത്രം കേട്ട ലക്ഷണമില്ല. അടുത്ത് നോക്കാം വളരെ പെട്ടെന്ന്. യെസ്, വളരെ ശ്രദ്ധേയമാണ്. കാരണം മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാൾ ഫാൻസും ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് സാധാരണ അവർ എതിരാളികളാണ്, കടുത്ത എതിരാളികളാണ്. ടീമുകളും അവരുടെ ആരാധകരും അവർ ഇറങ്ങുന്നു ഒരുമിച്ച് ഒരേ ആവശ്യം ഉന്നയിച്ചു. ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും അവകാശപ്പെടാനുള്ളത് എന്നതുകൂടി വ്യക്തമാക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ഒരേ ആവശ്യത്തിനായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച അത് കൊൽക്കത്തയിൽ മാത്രമല്ല ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഉണ്ട് എന്നതുകൂടി ഓർക്കുക. മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും വളരെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് സർവേ കൂടി വന്നിട്ടുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ടൈംസ് നൗ മാട്രിക്സ് ഒപ്പീനിയൻ പോളാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ആ കണക്കുകളൊന്ന് നോക്കാം. NDA 121 മുതൽ 141 വരെ സീറ്റ് നേടി അധികാരത്തിലെത്തും. മഹാവികാസ് അഘാടി MVA 91 മുതൽ 106 വരെ സീറ്റ് നേടും. മറ്റുള്ളവർ 11 മുതൽ 16 വരെ. അതായത് NDA സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി BJPയുടെ നില കൂടി നോക്കുക. കാരണം 95 മുതൽ 105 സീറ്റ് വരെ BJPക്ക് മാത്രമായി ലഭിക്കുകയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചന. അതായത് ഈ അവിടുത്തെ ഇക്വേഷൻസ് നേരെ മാറാൻ പോകുന്നു. ശിവസേന ചെറുതായി മാറുന്നു എന്നുള്ളത് മാത്രമല്ല 55% ആൾക്കാർ ഈ സർവേയിൽ പങ്കെടുത്തതിൽ 55% പേർ പറഞ്ഞത് ലഡ്കി ബാഹിനി സ്കീം
അതാണ് ഏറ്റവും അധികം ഈ NDA സഹായിക്കാൻ പോകുന്നതെന്നാണ്. എന്തായാലും സോഷ്യൽ സ്കൂപ്പ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നേരെ ശബരിമലയിലേക്ക് പോകണം. കാര്യം അവിടെ പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നതിനുള്ള സ്ഥാനം കാണൽ ചടങ്ങ് നടക്കുകയാണ്. CG ഉമേഷ് ചുരുകയാണ്. ഉമേഷ്, വളരെ പെട്ടെന്ന് ഇന്നലെ ഇത് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് ഉമേഷ് പറഞ്ഞിരുന്നു. ഭസ്മക്കുളം മാറ്റാനുള്ള തീരുമാനവും ഇന്ന് പുതിയ സ്ഥാനം കാണും. ഇപ്പോൾ ആ സ്ഥാനം കാണൽ ചടങ്ങ് നടക്കുകയാണ്. ഉമേഷ്, ശബരിമലയിൽ പുതിയ ഭസ്മക്കുളം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥാനനിർണയ ചടങ്ങുകളാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തറക്കല്ലിടലും ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CG ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുകയാണ്. അനു, ഇന്നലെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുമെന്നത്. എന്നാൽ നിലവിൽ ഉയർന്നു വന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഹൈന്ദവ സംഘടനകളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ആശങ്കയുണ്ട്. പ്രധാനമായും ദേവപ്രശ്ന വിധി പ്രകാരം ശബരിമലയിൽ ഭസ്മക്കുളം നേരത്തെ ഉണ്ടായിരുന്നത് മാളികപ്പുറം ഫ്ലൈ ഓവറിന് താഴ്ഭാഗത്ത് തന്നെയാണ്. അവിടെ തന്നെ പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ അവിടെ പേരിനെങ്കിലും ഒരു കുളം വേണമെന്ന നിർദ്ദേശം ദേവപ്രശ്നത്തിൽ വന്നിരുന്നു. ഒപ്പം തന്നെ നിലവിൽ ഉള്ള ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുന്നതിൽ പ്രശ്നമില്ല എന്നും നേരത്തെ ദേവപ്രശ്നത്തിൽ നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ മാറ്റി സ്ഥാപിക്കുന്നതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി ദേവപ്രശ്നത്തിൽ പ്രശ്നം വെച്ച ആളുകൾ അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ ഇതിനൊരു പുതിയ കുളം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡ് പ്രതികളോട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് നമ്മൾ ഈ കാര്യം ഇപ്പോൾ പ്രതികരണമായി ചോദിച്ചപ്പോൾ അവർക്കും ആ കാര്യത്തിൽ വ്യക്തമായ മറുപടി എന്തായാലും പറയാൻ സാധിച്ചിട്ട് അങ്ങനെ ചില ആശയക്കുഴപ്പം കൂടി അക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ പുതിയ കുളത്തിലുള്ള സ്ഥാനം നിർണ്ണയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്ഥപതി മുരളീധരനാണ് പുതിയ സ്ഥാനം കണ്ടെത്തി അവിടെ കുറ്റിയടിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ തറക്കല്ലിടൽ ചടങ്ങ് കൂടി നടക്കും. അതിന്റെ കല്ലിടിൽ ചടങ്ങ് കൂടി നടക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വലിയ നടപ്പന്തലിന് സമീപം സ്റ്റേജിനോട് ചേർന്ന കുപ്രാക്കളത്തിന് സമീപത്തായി ഒരു ഉയർന്ന പ്രദേശമുണ്ട്. അവിടെയാണ് ഇതിനായുള്ള സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. 12:30 തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ കല്ലിടും എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ ഭസ്മക്കുളം എന്നതിനെ വിളിക്കാൻ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ദേവസ്വം ബോർഡും മറ്റു അധികൃതരും ഒരു വ്യക്തമായ മറുപടി നൽകുന്നില്ലതിന്റെ പ്രധാന കാരണം നിലവിൽ ഇപ്പോൾ ഉള്ളതുപോലും ഭസ്മക്കുളം എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം യഥാർത്ഥ ഭസ്മക്കുളം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് ഇപ്പോൾ ഫ്ലൈ ഓവറിന് താഴെയായി ചെറിയൊരു ഓവുചാലായി മാത്രം അവശേഷിക്കുന്നുണ്ട്. അത് പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് ദേവപ്രശ്ന വിധി പ്രകാരം മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സ്ഥാപിക്കുന്ന കുളത്തെ ശബരിമലയിലെ പുതിയ കുളം എന്നതിന് അപ്പുറത്തേക്ക് ഭസ്മക്കുളം എന്ന രീതിയിലേക്ക് നാമകരണം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങളോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞ മറുപടി തീർത്ഥാടകർക്ക് ഇവിടെ എത്തി ദേഹശുദ്ധി വരുത്തി ദർശനം നടത്താൻ ഒരു കുളം അത് സ്ഥാപിച്ചു നൽകേണ്ട ദേവസ്വം ബോർഡിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുളം നിർമ്മിക്കുന്നത്. അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഭസ്മക്കുളം എന്ന് വിളിക്കുന്ന കുളം ഇരിക്കുന്നത് താഴ്ന്ന പ്രദേശത്താണ്. ചുറ്റും ശൗചാലയങ്ങളുണ്ട്, നിരവധി കെട്ടിടങ്ങളുണ്ട്. അതിൽ നിന്ന് മലിനജലം അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ശുചികരമായ അവസ്ഥയിൽ അതിനെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന കാരണത്തിലാണ് ഇപ്പോൾ ഇവിടേക്ക് പുതിയ കുളം നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പുതിയ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 അതിന്റെ കല്ലിടൽ ചടങ്ങ് നടക്കും. അനു, ശരി. ശബരിമലയിൽ പുതിയ ഭസ്മക്കുളത്തിനുള്ള, അപ്പൊ ഉമേഷ് പറയുന്നത് ഭസ്മക്കുളം എന്ന് വിളിക്കാമോ എന്നറിയില്ല എന്നാണ് ഉമേഷ് പറയുന്നത്. കാര്യം ഇന്നലെ ഈ വാർത്ത വന്നിരുന്നു. ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തു. അത് ഇന്നലെ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ്, അതിന് കാരണം അവിടേക്ക് ദൈവപ്രശ്നത്തിൽ അടക്കം തെളിഞ്ഞ ഒരു കാര്യമാണ്. അവിടേക്ക് മലിനജലം ഒഴുകിയെത്തുന്നു. കാര്യം 4 ഭാഗത്തു നിന്നും മലയുടെ മുകളിൽ നിന്ന് അടക്കം ഒഴുകി വരുന്ന മലിനജലമാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പുതിയ സ്ഥാനനിർണയം ഇന്ന് നടക്കും എന്ന് പറയുന്നു. പുതിയ സ്ഥാനനിർണയം നടക്കുന്ന ചടങ്ങാണ്, പുതിയ സ്ഥാനം നിർണയിക്കുന്ന ചടങ്ങാണ് തത്സമയം നമ്മൾ കണ്ടത്. അതിനുശേഷം ഇന്ന് തന്നെ ഉച്ചയോടെ ഇതിനുള്ള തറക്കല്ലിടലും നടക്കുമെന്ന് ഉമേഷ് പറയുന്നു. പക്ഷേ ഉമേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ കുളത്തിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാമോ? കാര്യം അതിനൊരു ആചാരമുണ്ട്, അതിനൊരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് വയനാട്ടിലേക്ക് ഒന്നുകൂടി പോവാം. പ്രേക്ഷകർ കണ്ടതാണ് ഇന്നലെ തത്സമയം ചെറുവയൽ രാമേട്ടൻ ഉണ്ടായിരുന്നു നമുക്കിപ്പം. പത്മശ്രീ വളരെ ഗംഭീരമായി അദ്ദേഹം അവതരിപ്പിച്ചു. എന്താണ് കാർഷിക രംഗത്തിന് വേണ്ടത്, എന്താണ് നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ടത്. ഭയങ്കര രസമായി വളരെ സോഫ്റ്റായിട്ട് പരിഹസിക്കുകയും ചെയ്തു. സെമിനാർ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല, മണ്ണിലേക്ക് ഇറങ്ങണം, ചെളിയിലേക്ക് ഇറങ്ങണം, അറിയണം, മണ്ണിനെ തൊട്ടറിയണം എന്നുള്ളത്. എന്തായാലും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് ഈ സെമിനാറിനെ വിളിക്കാൻ പോകുന്നവരോട് അദ്ദേഹം അതാ പറയുന്നത്, എന്തിനാ സെമിനാർ എന്നുള്ളത്. എന്തായാലും അവിടെ നിന്നുള്ളൊരു ചെറിയ കൗതുക കാഴ്ച കാണാം.
തലമുറകളായി കൈമാറി വരുന്ന അറിവിൻ്റെ മഹാശേഖരമാണ് കാർഷിക രംഗം. തലചായ്ക്കാൻ ഇടവും വിത്ത് സൂക്ഷിക്കാനുള്ള വിദ്യയും ഒക്കെ പ്രകൃതി തന്നെ കർഷകന് നൽകുന്നു. വിത്തുകൂടയും വൈക്കോൽ മേഞ്ഞ വീടും ഇന്നും തനിമയോടെ നിലനിർത്തുകയാണ് ചെറുവയൽ രാമൻ. ഐസൻ ജോസിൻ്റെ പാക്കേജാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കായി ഐസൻ ജോസ് വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. വയനാടിൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് ധാരാളം കമൻസ് വരുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഈ കേന്ദ്ര സംഘത്തോടൊപ്പം ഐസൻ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ഐസൻ തയ്യാറാക്കിയ ആ പാക്കേജ് ഒന്ന് കാണാം. കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത തവണ വിതയ്ക്കാനുള്ള വിത്ത് മുള പൊട്ടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. വയനാട്ടിലെ പരമ്പരാഗത കർഷകർ വിത്ത് സൂക്ഷിക്കുന്ന സംവിധാനമാണ് കൂട, തുമ്പ എന്നിവ. ഇന്ന് കൂടയും തുമ്പയുമൊന്നും ഉപയോഗത്തിലില്ല. എങ്കിലും പഴമയുടെ ജ്ഞാനത്തിന്റെ തെളിവുകളായി അവ സൂക്ഷിച്ചിരിക്കുകയാണ് ചെറുവയൽ രാമൻ എന്ന പരമ്പരാഗത കർഷകൻ. അതായത് ഞങ്ങൾ ആ കൂട കണ്ടല്ലോ, അത് ഇല്ലി കൊണ്ടും ഈറ്റ കൊണ്ടും നെയ്തുണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അത് നേരത്തെ പറഞ്ഞു ഞാൻ. കാരണം നെല്ലുകൾ സൂക്ഷിക്കാൻ, വിത്തുകൾ സൂക്ഷിക്കാനൊക്കെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ ആ മഞ്ഞും വെയിലും കാറ്റും ഇതൊക്കെ കൊണ്ട് ഉണങ്ങിയ വിത്ത് അതിലിടാം. പിന്നെ ഒപ്പം തന്നെ നെല്ലും, നമുക്ക് ഭക്ഷണത്തിലുള്ള നെല്ലും അതിൻ്റെ അകത്തിടാം. അങ്ങനെ ഇടുന്ന ഒരു വസ്തുവാണ്. അപ്പം അതിന് വേണ്ടിയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലിടുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രകൃതിപരമായാണ് നമ്മളതിനെ സൂക്ഷിക്കുന്നത്. ഒരു തരത്തിലും കേടുവരാൻ സാധ്യതയില്ല. ഈർപ്പവും ചൂടും ബാധിക്കാതെ, വിത്തിന്റെ ഗുണനിലവാരത്തിന് കോട്ടവും വരുത്താതെ, പരിസ്ഥിതിയെ നോവിക്ക പോലും ചെയ്യാതെ അന്ന് മനുഷ്യൻ വിത്തിനങ്ങളെ സംരക്ഷിച്ചു. സ്വന്തം വീടും അതുപോലെ തന്നെ അവർ നിർമ്മിച്ചു. പരിസ്ഥിതി അനുകൂല ഘടകങ്ങളാണ് വീട് നിർമ്മാണത്തിനും ആ സംസ്കൃതി പ്രയോജനപ്പെടുത്തിയത്. പ്രകൃതിയോടിണങ്ങി മണ്ണിലധ്വാനിച്ച് ജീവിച്ച മനുഷ്യൻ കാണിച്ചു തന്ന വഴികൾ ഇന്നും പ്രസക്തമെന്ന് തെളിയിക്കുന്നതാണ് ഓരോ അനുഭവങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണകുമാറിനൊപ്പം ഐസൺ ജോസ്, ജനം, വയനാട്. ധീരദേശാഭിമാനി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം എന്നും ഒരു തർക്ക വിഷയമാണ്. ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹം 1945 ഓഗസ്റ്റ് 18 നടന്ന വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇന്നും തുടരുകയാണ്. അദ്ദേഹം അന്ന് കൊല്ലപ്പെട്ടിട്ടില്ല എന്നും വേഷം മാറി രാജ്യം വിട്ടുവെന്നും ജപ്പാനിൽ കുറേ നാൾ അദ്ദേഹത്തെ കണ്ടിരുന്നെന്നും റഷ്യയിൽ കണ്ടിരുന്നു. ഇങ്ങനെ പലവിധ തിയറികളുണ്ട്. പക്ഷെ ദുരൂഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരത സർക്കാർ, അന്ന് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതിൻ്റെ ദുരൂഹത നീക്കാൻ അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിച്ചോ? ഒരു വലിയ വിരലുകൾ അവിടേക്കൊക്കെ ചൂണ്ടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൽ ഉറച്ചു വിശ്വസിച്ച ആവേശം കൊണ്ട് പഴയ കോൺഗ്രസ്സുകാർ, ഇന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹം ആ അപകടത്തിലൊന്നും മരിച്ചിട്ടില്ല എന്നും വേഷം മാറി അദ്ദേഹം മറ്റൊരിടത്തേക്ക് പോയി എന്നുമാണ്. ഇതിനൊക്കെ എന്തുകൊണ്ട്, അതുപോലെ അദ്ദേഹത്തെ തടവുകാരനാക്കി കൊണ്ടുപോയതാണെങ്കിൽ തിരികെ കൊണ്ടുവരാനുള്ള സ്വാധീനം അന്നത്തെ ഈ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനകൾ നിസ്തുലമാണ്. ഗാന്ധിയൻ പോരാട്ടത്തിൽ അണിചേരുകയും പിന്നീട് ബ്രിട്ടീഷ് സേനയെ ചെറുക്കാൻ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സേനയെ സൃഷ്ടിക്കുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1897 ജനുവരി 23 ഒറീസയിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. 1919 കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ സുഭാഷ് ചന്ദ്രബോസ് 1921 ഇന്ത്യൻ സിവിൽ സർവീസസ് പരീക്ഷ പാസ്സായി.
ചിത്തരഞ്ജൻ ദാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട് സിവിൽ സർവീസസിൽ നിന്ന് രാജിവെച്ച് സുഭാഷ് ചന്ദ്രബോസ് സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അടിമയായി പ്രവർത്തിക്കുന്നതിനേക്കാൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്നതാണ് അഭികാമ്യമെന്ന് സുഭാഷ് ചന്ദ്രബോസ് ഉറച്ച തീരുമാനമെടുത്തു. സ്വരാജ് എന്ന ആശയത്തെ പിന്തുണച്ച ബോസ് സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ അത് പിടിച്ചെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഗാന്ധിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിലും പിന്നീട് ജവഹർലാൽ നെഹ്റുവിന്റെയും ഒപ്പം ചേർന്ന അദ്ദേഹം ബ്രിട്ടീഷ് കിരാതവാഴ്ചയെ ചെറുക്കാൻ അഹിംസാത്മക പ്രതിഷേധങ്ങളും ഉപവാസ സമരങ്ങളും കൊണ്ട് മാത്രം ഫലമുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞു. സമാധാനപരവും വിട്ടുവീഴ്ച ചെയ്യുന്നതുമായ കോൺഗ്രസിന്റെ മനോഭാവത്തെക്കാൾ തീവ്രവാദവും വിപ്ലവാത്മകവുമായിരുന്നു നേതാജിയുടെ ചിന്തകൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നതിന് ഹിന്ദു മുസ്ലിം ശക്തികളെ ഒന്നിപ്പിക്കുന്നതിന് അദ്ദേഹം പിന്നിലണിഞ്ഞിരുന്നു. 1939 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം 1941 ഹിറ്റ്ലറെ കാണുകയും ഇന്ത്യൻ സായുധ സേനയ്ക്ക് ജർമ്മനിയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും കാര്യമായൊന്നും ഫലം കണ്ടില്ല. 1941 അവസാനത്തോടെ ബെർലിനിൽ ഒരു സ്വതന്ത്ര ഭാരത കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു. പിന്നീട് ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ചു. ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻ യുദ്ധ തടവുകാരെ സുരക്ഷിതമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1943 ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സേനയെ രൂപീകരിച്ച് സായുധ വിപ്ലവത്തിന് സുഭാഷ് ചന്ദ്രബോസ് തയ്യാറെടുത്തു. എന്തു വില കൊടുത്തും ഇന്ത്യയെ സ്വതന്ത്രമാക്കുമെന്ന് ബോസ് പ്രതിജ്ഞയെടുത്തു. തുടർന്ന് INA-യുടെ പ്രവർത്തനങ്ങളും ബോസിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നായകനാക്കി മാറ്റി. നേതാജി എന്ന പേര് പിന്നീട് എല്ലാവരും ഉച്ചരിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബോസിന്റെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ അണിചേരാനും പ്രവർത്തിക്കാനും അന്നത്തെ യുവജനതയ്ക്ക് നേതാജിയും ഇന്ത്യൻ നാഷണൽ ആർമിയും പ്രചോദനമായി മാറി. 1943 ഒക്ടോബർ 21 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പൊതുയോഗം സിംഗപ്പൂരിൽ ചേർന്നു. ഇവിടെ വച്ച് താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ രൂപവൽക്കരണം നേതാജി പ്രഖ്യാപിച്ചു. അതിനുശേഷം രാഷ്ട്രത്തലവനായ നേതാജി സത്യപ്രതിജ്ഞ ചെയ്തു. ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന് വിശ്വസിച്ച അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജർമ്മനിയുടെയും ജപ്പാന്റെയും സഹകരണം തേടി. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ്പേയിൽ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായാണ് വിവരം. എന്നിരുന്നാലും നേതാജിയുടെ മരണം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ അനുയായികൾക്കായില്ല. നേതാജി ജീവനോടെയുണ്ടെന്ന് പിൽക്കാലത്ത് പലരും വിശ്വസിച്ചു പോന്നു. സ്വാതന്ത്ര്യാനന്തരവും സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ട വീര്യം യുവജനത ഏറ്റെടുത്തു. പിൽക്കാലത്തുണ്ടായ സമരങ്ങളിലും ദേശീയ മുന്നേറ്റങ്ങളിലും നേതാജിയുടെ വാക്കുകളിലൂടെ പ്രേരണ ലഭിച്ചാണ് യുവജന സംഘടനകൾ രൂപപ്പെട്ടത്. കാലം കടക്കുമ്പോൾ ധീരദേശ സ്നേഹത്തിന്റെ പ്രതീകമായി നേതാജിയുടെ ഓർമ്മകൾ ഇന്നും ഭാരതം സ്മരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജനം. എന്തൊരു നേതാവല്ലേ! അർഹിക്കുന്ന അംഗീകാരം ഇതുവരെ ഈ അടുത്ത കാലം വരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനമനസ്സുകളിൽ ഒഴികെ. അതെ, അതുപോലെ എല്ലാം അങ്ങനെ തന്നെയല്ലേ. സർദാർ പട്ടേൽ അത് ഞങ്ങളുടെ ആളെ കൊണ്ടുപോയി എന്നായിരുന്നു നിലവിളി. ഞങ്ങളുടെ ആളെ നിങ്ങളെന്ത് ചെയ്തു എന്നുള്ളത്. എന്തായാലും ഞാൻ ആ രാഷ്ട്രീയവാദത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ധാരാളം പ്രേക്ഷക കമന്റ്സ്. ആദ്യം മുതൽ അജിത് ഭാസ്കർജി, നമസ്തേ, രാധാകൃഷ്ണൻ വൈകുണ്ഠം, ഗിരിജ CS, ഉഷ, സന്ദീപ്, സദാനന്ദൻ നെടുനിലം, ഉമാശങ്കർ രാജധാനി, എല്ലാ കമന്റുകളും കണ്ടു. രവീന്ദ്രൻ ഇടശ്ശേരിയുടെയാണ് ഏറ്റവും കൂടുതൽ നടന്നത് തന്നെ. പ്രേക്ഷകർക്കായി ഒരു കുഞ്ഞു മത്സരം വയ്ക്കേണ്ടതായിരുന്നു. കേരളത്തിലെ നെൽവിത്തുകളുടെ പേര് ടൈപ്പ് ചെയ്ത് വിടുക എന്ന്. പ്രേക്ഷകർക്ക് എത്ര നെൽവിത്തുകളുടെ പേരറിയാം എന്ന് എന്തായാലും അത് നാട്ടുപരമ്പരയെ കുറിച്ച് നല്ല അഭിപ്രായം അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കളികൾ ചെയ്യാം. ഗൗതം അനന്തനാരായണൻ എവിടെയെന്ന് ദിനേശ്, ഒരു ദിവസം അദ്ദേഹം രാവിലെ കിടന്നുറങ്ങിക്കോട്ടെ. ഇന്ന് പകരം നന്ദവും നിൽപ്പുണ്ടല്ലോ നെഞ്ചയ്ക്ക് വിരിച്ച് ഡൽഹിയിൽ തന്നെ. ഒരു ദിവസം രാവിലെ ഒരു ഉച്ചവരെയൊക്കെ രാവിലെ മറ്റേതോ പരിപാടിക്ക് പോയിട്ടുണ്ടല്ലേ. അതുപോലെ പത്മശ്രീ, എന്തായാലും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഗിരിജ ശശിലാലുമുണ്ട്. രണ്ട് ഗിരിജ ചേച്ചിമാരും എത്തിയിട്ടുണ്ട്. പിന്നെ ഗൗതം അനന്തനാരായൺ ജി കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ്. ഒപ്പം അവാർഡ് വാർത്ത കണ്ടതിന് ഡൽഹി ബ്യൂറോയ്ക്ക് അഭിവാദനം എത്തിയിട്ടുണ്ട്. ഐസൻ ജോസിന് നമസ്തേ വന്നിട്ടുണ്ട്. ഐസൻ ജോസ് അവിടെ തന്നെയുണ്ട്, വയനാട്ടിൽ തന്നെയുണ്ട്. ഇനി കുറച്ച് നാൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നില്ല. ഞാനും കൂടെ ഒന്ന് വായിച്ചോട്ടെ. സായി ദീപകുമായുള്ള അഭിമുഖം വളരെ മികച്ചതായിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയാൻ സാധിച്ചതിൽ ജനം TVക്ക് നന്ദി അറിയിക്കുന്നു എന്ന് ശ്രീ സുരേഷൻ പറയുന്നു. വളരെയധികം നന്ദി. ഇത് കേട്ടതിൽ ഞങ്ങൾക്കും നന്ദി. കാരണം സായി ദീപകുമായിട്ടുള്ള അഭിമുഖം എങ്ങനെയായിരുന്നു അനുഭവം? അയ്യോ, അതൊരു പുതിയ തിയറി, ഒരു പുതിയൊരു കാഴ്ചപ്പാടായിരുന്നു. എന്ന് വെച്ചാൽ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാൻ. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒഴുക്ക്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഡീകോളനൈസേഷൻ എന്നുള്ള വാക്ക്, അതായത് കോളനി വൽക്കരണത്തിൽ നിന്നുള്ള മുക്തി, ആ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് ആ പുസ്തകം കുറച്ചുകൂടി മനസ്സിലാക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടിട്ട് പോയെങ്കിലും ഇവിടെ അവർ ഫിസിക്കലി പോയെന്നേ ഉള്ളൂ. അതായത് വിദ്യാഭ്യാസം, സംസ്കാരം, നീതിന്യായ വ്യവസ്ഥ,
വേഷം, ഭാഷ അടക്കം. പുള്ളി പറയുന്നത് നിർഭാഗ്യവശാൽ ഇംഗ്ലീഷ് ഇല്ലാതെ ഭാരതീയർക്ക് പോലും പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഡീകോളനൈസേഷൻ എന്നുള്ളൊരു തിയറി, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആധുനിക സാങ്കേതിക വിദ്യയും നമ്മുടെ തനതായ പൈതൃകം, തനതായ സംസ്കാരം, തനതായ ശക്തികൾ ഈ വിദ്യാഭ്യാസത്തിലടക്കം ഇവരൊക്കെ എന്ന് തുടങ്ങി എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുക. അപ്പോൾ ഇത് രണ്ടിന്റെ സമന്വയമാണ് അദ്ദേഹം സ്വപ്നം കാണുന്ന പുതിയ ഭാരതം എന്നുള്ളത്. അപ്പോൾ വെറും സ്വാതന്ത്ര്യത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥ ഇൻഡിപെൻഡന്റ് ഭാരതീയതയിലേക്ക് പൂർണ്ണമായും അതിലേക്കാണ് ഇപ്പോൾ പുതിയ പദ്ധതികളെല്ലാം അതിലേക്കാണല്ലോ. ഭാരതം നിർമ്മാണ കേന്ദ്രമാകുന്നു, ഭാരതം എല്ലാത്തിന്റെയും ഡെസ്റ്റിനേഷനായി മാറുന്നു. അതിൽ പറഞ്ഞു തുടങ്ങിയാൽ ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ വാക്കുകളുടെ ഒഴുക്ക് അതിഭയങ്കര. ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒഴുകുകയാണ്. ശരി, നമുക്കിനി സമയം കളയാതെ അടുത്ത സെഗ്മെന്റിലേക്ക് കൂടി പോവാം. കാരണം ഒരു യാത്രാ വിശേഷമാണ് എക്സ്പ്ലോറർ സെഗ്മെന്റ്. അങ്ങനെ ഇന്ന് ചിങ്ങം 2 ചിങ്ങം പിറന്നതോടെ കാർഷിക വിനോദങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ്. പാലക്കാട് മലമ്പുഴയിൽ നടന്ന കന്നുപൂട്ട് മത്സരത്തിൽ 100ഓളം ജോഡി കന്നുകളാണ് പൂട്ടുകണ്ടത്തിൽ ഇറങ്ങിയത്. മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് സംഘാടകർ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് ആ വിശേഷം കാണാം. ചെളി നിറഞ്ഞ കണ്ടത്തിൽ കാളക്കൂറ്റന്മാർ കുതിച്ചു പാഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ ആർപ്പുവിളികളും ആരവങ്ങളും നിറഞ്ഞു. 100 ജോഡി കന്നുകളാണ് മലമ്പുഴയിലെ പൂട്ടുപാടത്ത് ഇറങ്ങിയത്. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ കന്നുകളുമായി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കാലങ്ങൾ പറഞ്ഞ 10-40 കൊല്ലം ഇത് പൂട്ട് തുടങ്ങിയിട്ട്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ഈ തൊഴിലാണ്. കാർഷിക മേഖലയിൽ ഇങ്ങനെ പൂട്ടി പണിഞ്ഞതേ പണിയാണ്. ഇപ്പോഴും നിർത്തിക്കൊണ്ട് എവിടെ നിർത്തിയില്ല, ഇപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയാലും ജയിക്കണം, അതൊരു വാശിയാണ്. ജയിക്കും. തോൽവി അത്ര കണ്ട് അറിഞ്ഞിട്ടില്ല, വിജയം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ കന്നുകൂട്ട് ഇങ്ങനെ മത്സരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ആവേശമാണ്. തോണിപ്പാടത്ത് ഇതുവരെ പൂട്ട് വെച്ചിട്ടുണ്ട്. വയനാട്ടിൻ്റെ ദുരിതം കൊണ്ട് ഇതിങ്ങനെ അതിലേക്ക് കൊടുക്കാറുള്ള മത്സരത്തിലൂടെ ലഭിക്കുന്ന പണം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ഇന്ന് ഇതിൽ വല്ല മിച്ചം കിട്ടുകയാണെങ്കിൽ വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിക്കാണ് നമ്മൾ ഇതിൽ ഫണ്ട് വിനിയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നത്. അതിനുള്ള ഒരു പൂട്ടാണ് കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങൾ പാലക്കാട്ടിലെ കർഷകരെ കൂടിയിട്ട് ഒന്ന് ചെയ്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ചെതലയിലും കൂടെ അങ്ങനെ നടത്തിയിട്ട് അതിൽ കിട്ടുന്ന വരുമാനവും വയനാട്ടിലേക്ക് കൊടുക്കാനും തോണിപ്പാടത്തൊരു പൂട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കിട്ടുന്ന വരുമാനം തോണിപ്പാടത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ പൂട്ട് മത്സരത്തിൽ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ജില്ലയിൽ 1ാം വിള കൊയ്ത്തിന് ശേഷമാണ് കന്നുപൂട്ട് മത്സരങ്ങൾ ആരംഭിക്കുക. ഈ സീസണിൽ ആദ്യ മത്സരമാണ് മലമ്പുഴയിലേത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. നമ്മൾ ഈ കൊമന്റ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും രാജി, ഞാൻ അത് കണ്ടോന്ന് ചോദിക്കുകയായിരുന്നു. ഞാൻ പുതിയതായി വന്ന ആളാണ്, നിങ്ങൾ സൂപ്പറാണ്, താങ്ക് യു. ഗണേഷ് ജിക്ക് സ്വാഗതം പറഞ്ഞില്ലായിരുന്നു. ഇനി അത് പരാതി ഉടൻ വരും, പറഞ്ഞിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണം. ദിനേശ് കുടുംബം എത്തിയിട്ടുണ്ട്. എന്തായാലും പുത്തൻപുലരിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അടുത്ത വാർത്ത ലൈവ് റിപ്പോർട്ടിന്റെ സമയമായി. നാളെ വീണ്ടും കാണാം. നമസ്തേ.